ഉന്നത പഠനം ആഗ്രഹിക്കുന്ന ഒരു കുട്ടിക്കും ആ അവസരം നിഷേധിക്കുന്ന നയമല്ല ഗവൺമെൻറ്റിനുള്ളത്. അതല്ലാതെ മലപ്പുറം ജില്ല വച്ചിട്ട് കൊണ്ടുള്ള ഒരു പ്രസ്താവനയും അത് പറഞ്ഞുള്ളൊരു വികാരം ഉണ്ടാക്കലും അത് നമുക്ക് ഒട്ടും ഗുണമില്ല. നമസ്കാരം. മലബാറിലെ +2 സീറ്റ് പ്രശ്നം SSLC ഫലം പുറത്തു വന്ന അന്ന് തന്നെ ചർച്ചയാവുകയാണ്. താൽക്കാലിക ബാച്ചുകൾ നിലനിർത്തി പ്രശ്നം പരിഹരിക്കാനാണ് സർക്കാർ ശ്രമം. വിഷയം ഉന്നയിക്കുന്നത് മലപ്പുറം വികാരം കത്തിക്കുന്നതാണ് എന്നാണ് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയുടെ കണ്ടെത്തൽ. മലബാറിലെ സീറ്റ് പ്രശ്നം ഒരു മലപ്പുറം പ്രശ്നമാവുന്നത് എങ്ങനെയാണ്? സ്വാഗതം. സ്പെഷ്യൽ എഡിഷനിലേക്ക് നമ്മളൊപ്പം അതിഥികളായി MSF നേതാവ് PK നവാസ്, ഫ്രറ്റേണിറ്റി നേതാവ് KM ഷഫ്രിൻ, KSTA നേതാവ് PJ ബിനേഷ് എന്നിവർ. ആദ്യം ഷഫ്രിനിലേക്ക്. ഷഫ്രിൻ, ഈ എല്ലാ കൊല്ലവും ഒരാചാരം പോലെ SSLC റിസൾട്ട് വരുന്നു, മലബാറിൽ സീറ്റില്ല എന്ന വിലാപം ഉയരുന്നു, സർക്കാർ എന്തൊക്കെയോ ചെയ്യുന്നു, പിറ്റേ വർഷവും ഇത് ആവർത്തിക്കുന്നു. ഇതിങ്ങനെ ആവർത്തിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഇതെന്തുകൊണ്ടാണ് ശാശ്വതമായി പരിഹരിക്കാൻ പറ്റാത്തത്? ഈ ഓരോ അഡ്മിഷൻ പ്രക്രിയയിലും പുറത്താക്കപ്പെടുന്ന 10,000 വിദ്യാർത്ഥികളുടെ കണക്കുകളും വിദ്യാർത്ഥി സംഘടനകൾ പറയുന്നുണ്ട്. ഇവരൊക്കെ പിന്നീട് എങ്ങോട്ടാണ് പോകുന്നത്? തീർച്ചയായിട്ടും കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയിലെ വളരെ ഗുരുതരമായൊരു പ്രതിസന്ധി തന്നെയാണ് മലബാറിലെ ഈ +1 സീറ്റുകളുടെയും +1 പൊതുവെ അല്ലാതെയും സീറ്റുകളുടെ അപര്യാപ്തം എന്ന് പറയുന്നത്. ഇത് നമുക്കറിയാം, തുടക്കത്തിൽ തന്നെ ഈ ഇങ്ങനൊരു പ്രശ്നമില്ല എന്നുള്ളതായിരുന്നു ഇവിടുത്തെ സർക്കാരിൻ്റെയൊക്കെയും നിലപാട് എന്ന് പറയുന്നത്. ഇങ്ങനൊരു പ്രശ്നം ഇവിടെ ഇല്ല എന്നൊരു നിലപാടാണ് ഇടതുപക്ഷമൊക്കെയും സ്വീകരിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ മലബാറിൽ അങ്ങനെ സീറ്റ് കിട്ടാത്ത വിഷയങ്ങളില്ല, അതൊക്കെയും പെരുപ്പിച്ച് കാണിക്കുന്നതാണ് എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷേ നിരന്തരമായ പ്രക്ഷോഭത്തോടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും, ഈ വർഷം ഇടതുപക്ഷത്തിൻ്റെ പ്രകടന പത്രികയിൽ ഇടം പിടിച്ചിരുന്നു മലബാറിൽ ഇതേപോലെ സീറ്റ് പ്രശ്നങ്ങളുണ്ട്, ഞങ്ങൾ സർക്കാർ വന്നാൽ അത് പരിഹരിക്കുമെന്ന് പറയുന്ന പ്രകടന പത്രികയിൽ എഴുതി വെച്ചിട്ട് അധികാരത്തിൽ വന്നിരിക്കുന്ന ഒരു സർക്കാരാണ് നിലവിൽ LDF സർക്കാർ എന്ന് പറയുന്നത്. ഇപ്പോൾ എല്ലാ വർഷവും ഇപ്പോൾ അതിനുശേഷം നമുക്കറിയാം, നമ്മൾ റിസൾട്ട് വരുമ്പോൾ ഈ വർഷം 79,730 കുട്ടികളാണ് മലപ്പുറം ജില്ലയിൽ നിന്നും മാത്രം ഹയർ സ്റ്റഡീസിന് എലിജിബിൾ ആയിട്ടുള്ളത്. അവർക്ക് അവിടെയുള്ള സീറ്റുകളുടെ എണ്ണം പരിശോധിക്കാൻ നമുക്കറിയാൻ കഴിയും. 20,000-ന് മുകളിൽ സീറ്റുകൾ അവർക്ക് പൊതുവിദ്യാഭ്യാസ മേഖലയിൽ കുറവുണ്ട് എന്നുള്ളത് നമുക്ക് കാണാൻ കഴിയും. കഴിഞ്ഞ വർഷം അത് 30,000 ആയിരുന്നു. ഈ കഴിഞ്ഞ വർഷം അനുവദിച്ച അധിക ബാച്ചുകളൊക്കെ വെച്ചിട്ടാണ് ആ സീറ്റുകൾ നമുക്ക് പരിഹരിക്കപ്പെടുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു യാഥാർത്ഥ്യം സർക്കാരിൻ്റെ തന്നെ കണക്കുകൾ നിലവിലുണ്ടായിരിക്കെ ഇടതുപക്ഷം എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കുറേ വ്യാജങ്ങളായ കണക്കുകൾ നിരത്തി വെച്ചുകൊണ്ടാണ് ഇതിനെ മറികടക്കാനായിട്ട് പലപ്പോഴും സർക്കാർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു കുറേ കണക്കുകൾ അവർ നിരത്തും, മണ്ണിയുടെ ഡിലേയും മറ്റു കണക്കുകൾ നിരത്തിയിട്ട് ഈ പ്രശ്നങ്ങളെ മറികടക്കാനുള്ള കുറേ കള്ളക്കണക്കുകൾ നിരത്തുന്നുള്ളതാണ് കഴിഞ്ഞ വർഷങ്ങളൊക്കെയും ഇടതുപക്ഷം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സമീപനം. നിയമസഭയിൽ പോലും വിദ്യാഭ്യാസ മന്ത്രി പലപ്പോഴും കളവ് പറയുന്ന ഒരു സമീപനം, അതിനെ കണക്കുകൾ വെച്ചുകൊണ്ട് ഇവിടുത്തെ വിദ്യാർത്ഥി സംഘടനകൾക്കും വളരെ കൃത്യമായി സർക്കാരിൻ്റെ തന്നെ കണക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് വസ്തുതാപരമായി തന്നെ പൊളിച്ചു കൊടുത്ത് നമുക്ക് അറിയാൻ സാധിക്കും. ഈ വർഷവും റിസൾട്ട് വരുമ്പോൾ, ഈ റിസൾട്ട് വരുന്നതിന് തൊട്ട് മുമ്പ് തന്നെ മന്ത്രിസഭയുടെ ഒരു തീരുമാനം വരുന്നുണ്ട് ഈ പ്രക്ഷോഭങ്ങളൊക്കെ തണുപ്പിക്കാൻ വേണ്ടിയിട്ട്. അവിടെയും ഈ പ്രശ്നത്തിനൊരു പരിഹാരം കാണണമെന്ന് പറയുന്ന ഒരു ആത്മാർത്ഥമായ സമീപനം ഇടതുപക്ഷത്തിലില്ല എന്നുള്ളതാണ് ആ തീരുമാനത്തിൽ കാണുന്നത്. കാരണം 50 പേരിരിക്കാവുന്ന ഒരു ക്ലാസ് മുറിയിൽ 65-70 പേരെ കുത്തി നിറച്ചുകൊണ്ടുള്ള സീറ്റുകളുടെ അധിക എണ്ണം വർദ്ധിപ്പിക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണ് അവിടെയും സർക്കാർ സമീപനം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇപ്പോൾ ഇവിടെ അധ്യാപക സംഘടനാ പ്രതിനിധികളൊക്കെയും ഇവിടെ ചർച്ചകൾ പങ്കെടുക്കുന്നുണ്ട്. ഒരു ക്ലാസ്സിൽ എത്ര കുട്ടികളെയാണ് പഠിപ്പിക്കാൻ കഴിയുക എന്നുള്ളത് അദ്ദേഹത്തിന് വളരെ വ്യക്തമായിട്ട് അറിയാം. ഇവിടുത്തെ മറ്റ് തെക്കൻ കേരളത്തിലൊക്കെയും വിദ്യാർത്ഥികൾക്ക് സീറ്റുകൾ ഒഴിഞ്ഞു കിടക്കുകയും അതല്ലെങ്കിൽ അവർക്ക് ഇഷ്ടപ്പെട്ട സ്കൂളിൽ ഏറ്റവും അടുത്ത് ചേരാൻ കഴിയുന്നൊരു സാഹചര്യം ഉണ്ടായിരിക്കാം. മലബാറിലെ കുട്ടികൾക്ക് ഫുൾ A+ കിട്ടിയാലും സീറ്റിന് വേണ്ടി നെട്ടോട്ടം ഓടേണ്ടി വരുന്ന ഒരു ഗതികേട്, ഒരേപോലെ നികുതി കൊടുത്ത് ഒരേ സംസ്ഥാനത്ത് ജീവിച്ചുകൊണ്ടിരിക്കുന്ന 6ഓളം ജില്ലകളിലെ വിദ്യാർത്ഥികൾക്ക് ഇങ്ങനൊരു ഗതികേട് രൂപപ്പെടുത്തുന്നതിൽ ഇവിടുത്തെ സർക്കാരുകൾക്ക് വലിയ പങ്കുണ്ട് എന്നുള്ളതാണ് ഈ പ്രശ്നത്തിന് പരിഹാരം കാണാനായിട്ട് സർക്കാർ ശ്രമിക്കുന്നത്. ഇപ്പോഴും മന്ത്രി പറഞ്ഞിരിക്കുന്ന ഒരു പ്രഖ്യാപനം എന്ന് പറയുന്നത് മലപ്പുറത്ത് വെച്ചുകൊണ്ട് വൈകാരികത ഉണ്ടാക്കാൻ ശ്രമിക്കുന്നുള്ളതാണ്. ഇപ്പോൾ നമ്മുടെ സർക്കാർ, കേരളത്തിലെ സർക്കാർ കേന്ദ്ര സർക്കാരിനെതിരെ കോടതിയിൽ പോയിരിക്കുകയാണ്. അവിടെ സുപ്രീം കോടതിയിൽ കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ കേസിൽ പറയുന്നത് കേരളത്തോട് വിവേചനം കാണിക്കുന്നു, ഫണ്ട് അനുവദിക്കുന്നില്ല എന്ന് പറയുന്ന വിവേചനം കാണിക്കുന്നു. അപ്പോൾ നമ്മൾ പറയുകയാണത് കേരളത്തെ വെച്ചുകൊണ്ട് വൈകാരികത ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു. കാരണം കൃത്യമായ കണക്കുകൾ വെച്ചിട്ടാണ് സർക്കാർ സംസാരിക്കുന്നതെന്ന് സർക്കാരിൻ്റെ വാദം. അതുണ്ടായിരിക്കെ ഈ സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്ന അതേ സമീപനം ഇവിടെ ജനങ്ങളത് ഉന്നയിക്കുമ്പോൾ അതിനെ വൈകാരികമാക്കി മാറ്റുന്നു, അതിനെ വർഗീയവൽക്കരിക്കാൻ ശ്രമിക്കുന്നു. അതിനെ ഒരു ഇസ്ലാമോഫോബിയുടെ എലമെൻ്റായിട്ട് തന്നെ മാറ്റി നിർത്തിക്കൊണ്ട് ആ പ്രശ്നത്തെ തന്നെ ന്യൂട്രലൈസ് ചെയ്യാനുള്ള വളരെ ബോധപൂർവമായ ശ്രമമാണ് ഇടതുപക്ഷ സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഷഫ്രിലേക്ക് തിരികെ വരാം. നമ്മളൊപ്പം PJ ബിനേഷ് ഉണ്ട്. ബിനേഷ്, ഇങ്ങനൊരു പ്രശ്നമുണ്ട്, മലബാറിന് ഒരു +2 സീറ്റ് പ്രശ്നമുണ്ട്, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ സീറ്റ് പ്രശ്നമുണ്ടെന്നത് LDF അംഗീകരിച്ചൊരു കാര്യമാണ്. LDF സർക്കാരാണ് ഭരിക്കുന്നത്. പക്ഷേ അത് പരിഹരിക്കാൻ കഴിഞ്ഞ ആദ്യ ടൈമിൽ അത് ശ്രമിച്ചോ എന്നറിയില്ല, രണ്ടാം ടൈമിലെങ്കിലും ഇപ്പോൾ മൂന്നാമത്തെ പ്രാവശ്യമാണ്, ഈ രണ്ടാം പിണറായി സർക്കാരിൻ്റെ മൂന്നാമത്തെ പ്രാവശ്യമാണ് ഈ പ്രശ്നം ഉയർന്നു വരുന്നത്.
പക്ഷേ താൽക്കാലിക പരിഹാരം എന്ന പേരിൽ കൂടുതൽ ഭാരം അധ്യാപകർക്കും സ്കൂളുകൾക്കും നൽകുന്നതല്ലാതെ ഇത് പരിഹരിക്കപ്പെടുന്നില്ല ബിനേഷ്. അതെന്തുകൊണ്ടാണ്? കേരളത്തിൻ്റെ പൊതുവിദ്യാഭ്യാസ രംഗം ശക്തിപ്പെടുത്താനും 10ാം ക്ലാസ്സിൽ നിന്നും ഉപരിപഠനത്തിന് യോഗ്യത നേടുന്ന മുഴുവൻ കുട്ടികൾക്കും തുടർ പഠനത്തിന് അവസരമൊരുക്കാനും പ്രതിജ്ഞാബദ്ധമാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് എന്ന് കഴിഞ്ഞ 2 ദിവസങ്ങളിലായി വിദ്യാഭ്യാസ മന്ത്രി ആവർത്തിച്ച് പ്രഖ്യാപിച്ചിട്ടുള്ള കാര്യമാണ്. അപ്പോൾ കഴിഞ്ഞ വർഷം ഉൾപ്പെടെ അല്ലെങ്കിൽ മുൻവർഷങ്ങളിലെല്ലാം 10ാം ക്ലാസ്സിൻ്റെ റിസൾട്ട് വന്നു കഴിയുമ്പോൾ ചില ആശങ്കകളും ചില തർക്കങ്ങളുമൊക്കെ ബോധപൂർവം ചില കോണുകളിൽ നിന്നും ഉയർത്താറുണ്ട്. നമ്മൾ കാണേണ്ട വിഷയം 10ാം ക്ലാസ്സിൽ നിന്നും ഉപരിപഠനത്തിന് യോഗ്യത നേടുന്ന എല്ലാ കുട്ടികളും +1 മാത്രമായിട്ടല്ല എത്തിച്ചേരുന്നത്. വിവിധങ്ങളായിട്ടുള്ള കോഴ്സുകൾ ഇന്ന് സർക്കാരിൻ്റെ തന്നെ മേഖലയിൽ ലഭ്യമാണ് എന്ന സാഹചര്യം ഇവിടെ നമ്മൾ മറന്നു പോകരുത്. ഒന്ന്. രണ്ടാമത്തെ കാര്യം, മലപ്പുറം ജില്ലയിൽ ഉൾപ്പെടെ 1990 പ്രീ ഡിഗ്രി ഡീലിങ്ക് ചെയ്ത്, അപ്പോൾ അന്ന് 1,25,000 കുട്ടികൾക്ക് മാത്രമാണ് പഠനാവസരമുള്ളത്. അതിൽ നിന്ന് മാറി ഇന്ന് 4.5 ലക്ഷത്തോളം വരുന്ന കുട്ടികൾക്ക് പഠനാവസരം ഈ കേരളത്തിൻ്റെ പൊതുവിദ്യാഭ്യാസ മണ്ഡലത്തിൽ ഉണ്ടാക്കിയത് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിൻ്റെ നയവും നിലപാടുമാണ്. നമ്മൾ മറന്നു പോകരുത്. 1990 ശേഷം ഇങ്ങോട്ടേക്കുള്ള കണക്കുകൾ വെച്ച് നമ്മൾ പരിശോധിച്ചാൽ സഖാവ് MA ബേബി വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന കാലത്താണ് മലപ്പുറത്ത് ഉൾപ്പെടെ 178 ബാച്ചുകൾ അനുവദിച്ചുകൊണ്ട് +1 മതിയായ സീറ്റ് പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി ഏറ്റവും നേതൃത്വപരമായിട്ടുള്ള ശ്രമം നടത്തിയിട്ടുള്ളത്. ഇപ്പോൾ ഇവിടെ ചില കാര്യങ്ങൾ സൂചിപ്പിച്ചു. തെക്കൻ ജില്ലകളിൽ ഒഴിഞ്ഞു കിടക്കുന്നു, മലബാർ ഉൾപ്പെടെയുള്ള വടക്കൻ മേഖലയിൽ പ്രതിസന്ധിയുണ്ട്. ആരാ ഇതിൻ്റെ കാരണക്കാർ? യാതൊരു പരിശോധനയോ ശാസ്ത്രീയമായ നിരീക്ഷണങ്ങളോ ഒന്നും നടത്താതെ തോന്നും പോലെ തങ്ങൾക്കിഷ്ടപ്പെട്ട രീതിയിൽ മാനദണ്ഡങ്ങളില്ലാതെ അശാസ്ത്രീയമായി കോഴ്സുകളും ബാച്ചുകളും അനുവദിച്ചതിൻ്റെ ദുരന്തഫലമാണ് കേരളം നേരിട്ടുകൊണ്ടിരുന്നത്. അത് പരിഹരിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും കേരളത്തിലെ ഗവൺമെന്റ് നടത്തുകയാണ്. ഈ വർഷം തന്നെ ഒരു നിമിഷം ബിനേഷ്, നയനാർ സർക്കാർ ചെയ്തു വെച്ചതാണ്. +2 തുടങ്ങിയത് അവിടെ നിന്നാണല്ലോ. അത് LDF സർക്കാർ തുടങ്ങി വെച്ചൊരു കാര്യമാണ്. അതിനുശേഷം പല സർക്കാരുകൾ മാറി വന്നു. LDF സർക്കാർ തുടങ്ങി വെച്ചൊരു പ്രശ്നത്തിൽ ഡിസ്പാരിറ്റി ഉണ്ടെങ്കിൽ അത് പരിഹരിക്കാൻ 2 ടേം നിങ്ങളെ ജനം അധികാരപ്പെടുത്തിയിട്ടുണ്ട്. 2ാം ടൈമിലെങ്കിലും ആദ്യ ടൈം വിടുക. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം LDF സർക്കാർ ഈ പ്രശ്നം പരിഹരിക്കാൻ ചെയ്തതെന്താണ്? തീർച്ചയായും പറയാം, കൃത്യമായി നമുക്ക് പറയാം. ഒന്ന്, ഇപ്പോൾ കഴിഞ്ഞ സർക്കാരിനെ എങ്ങനെയാണ് നമുക്ക് വിടുക? കഴിഞ്ഞ സർക്കാരാണല്ലോ കേരളത്തിൻ്റെ പൊതുവിദ്യാഭ്യാസ രംഗം പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം പ്രഖ്യാപിച്ച് ഭൗതിക അക്കാദമിക പരിസരങ്ങൾ ഒരുക്കി. ഇപ്പോൾ കഴിഞ്ഞ വർഷം ഉൾപ്പെടെ നമ്മൾ കാണേണ്ടത് അല്ല ബിനേഷ്, ഈ കഴിഞ്ഞ സർക്കാരിനെ വിടാമെന്ന് പറയാൻ കാരണം ഞാൻ പറയാം. ബിനേഷ് ഒരു നിമിഷം, ഞാൻ ക്ലാരിറ്റി വരുത്താം. 1ാം പിണറായി വിജയൻ സർക്കാരിൻ്റെ കാലത്ത് എനിക്ക് നല്ല ഓർമ്മയുണ്ട്, ഇങ്ങനൊരു പ്രശ്നമുണ്ടെന്ന് LDF CPM അംഗീകരിക്കുന്നുണ്ടായിരുന്നില്ല. ഈവൻ KSTA പോലും അത് അംഗീകരിക്കുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് 2ാം പിണറായി വിജയൻ സർക്കാരിന്റെ കാലത്ത് ആ തെരഞ്ഞെടുപ്പ് നടക്കുന്ന തൊട്ടു മുമ്പുള്ള പ്രകടന പത്രികയിലാണ് ഈ പ്രശ്നം ഇടം പിടിച്ചത്. അതുകൊണ്ടാണ് ഞാൻ അത് പോട്ടെ എന്ന് പറയുന്നത്. അല്ല, നമ്മൾ കാണേണ്ട വിഷയം, തെക്കൻ ജില്ലകളിൽ UDFന്റെ കാലത്ത് തോന്നും പോലെ പണം വാങ്ങി അനുവദിച്ച, ഇപ്പോൾ മതിയായ കുട്ടികളില്ലാതെ വരുന്ന 37 ബാച്ചുകൾ മലബാറിലേക്ക് ഷിഫ്റ്റ് ചെയ്തത് ഇടതുപക്ഷ സർക്കാരാണ്. അതൊരു നിലപാടാണ്. 2, നമ്മൾ കാണേണ്ടത് ഈ സർക്കാരിൻ്റെ കാലത്ത് 178ഓളം വരുന്ന താൽക്കാലിക ബാച്ചുകൾ അനുവദിച്ചുകൊണ്ട് ആദ്യഘട്ടം പ്രശ്നത്തിന് പരിഹാരം കാണാൻ ശ്രമിക്കുക. അങ്ങനെയാണല്ലോ, ശാശ്വതമായ പരിഹാരം നമുക്കുണ്ടാവണം. ഒരു തർക്കവുമില്ല. നേരത്തെ ഇവിടെ ചർച്ചയുടെ ഭാഗമായി പറഞ്ഞതുപോലെ അധ്യാപക വിദ്യാർത്ഥി അനുവാദം സംബന്ധിച്ചൊന്നും നമുക്ക് ആശങ്കയില്ല. പക്ഷെ നമ്മൾ കാണേണ്ടത് പാർശ്വവൽക്കരിക്കപ്പെട്ടവരും സാധാരണക്കാരുമായ കുട്ടികളെ ചേർത്ത് നിർത്തി അവരുടെ ഉപരിപഠനത്തിന് ആവശ്യമായിട്ടുള്ള വാതായനം തുറന്നിട്ട് അതിൻ്റെ സാധ്യതയും സൗകര്യങ്ങളും ഉറപ്പുവരുത്തിയതെല്ലാം കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റാണ്. ഇപ്പോൾ UDFന്റെ കാലത്ത് മലബാറിൽ നിന്നും മതിയായ നേതാക്കളില്ലാത്തത് കൊണ്ടാണോ? ഏറ്റവും സമ്പന്നരായ നേതാക്കൾ UDFന്റെ കാലത്തുണ്ടായിരുന്നു. പരിഹരിക്കാൻ ശ്രമങ്ങൾ ഒരു നിമിഷം, ഈ +2 വന്നതിന് ശേഷം തൊട്ടുടനെ തന്നെ ഒരു UDF സർക്കാർ വന്നു. അതിനുശേഷം LDF സർക്കാർ വന്നു. പിന്നീട് ഒരു UDF സർക്കാർ വന്നു. പിന്നീട് തുടർച്ചയായി 2 പ്രാവശ്യം LDF സർക്കാർ ഭരിക്കുന്നു. അപ്പോൾ ഈ സമയത്ത് കൂടുതൽ തവണ നിങ്ങളാണ് ഭരിച്ചത്. നിങ്ങൾ ഈ പ്രശ്നം പരിഹരിക്കാൻ ഈ കഴിഞ്ഞ 3 വർഷം എന്ത് ചെയ്തു എന്നാണ് എൻ്റെ ക്വസ്റ്റ്യൻ. ഇതെങ്ങനെ ഉണ്ടായി, ഇതെങ്ങനെ പരിഹരിക്കുക എന്നുള്ളതല്ല. നിങ്ങളിതൊരു പ്രശ്നമാണെന്ന് ഒരു നിമിഷം, LDF ഇതൊരു പ്രശ്നമാണെന്ന് അംഗീകരിച്ചതിന് ശേഷം ഇപ്പോൾ 3 വർഷമാവുന്നു. അതിനുശേഷം നിങ്ങൾ പരിഹരിക്കാൻ എന്ത് ചെയ്തു? ഇത് ഈ വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. തീർച്ചയായും നമ്മൾ കാണേണ്ടത് കഴിഞ്ഞ വർഷത്തെ 10ാം ക്ലാസ്സിൽ നിന്നും ഉപരിപഠനത്തിന് യോഗ്യത നേടിയ കുട്ടികളുടെ തുടർ പഠനം ഉറപ്പുവരുത്തി അതിനുശേഷം കേരളത്തിലെ +1 സീറ്റുകളുടെ ഒഴിവ് എന്ന് പറയുന്നത് 5006 സീറ്റുകളാണ്. കഴിഞ്ഞ വർഷം കേരളത്തിൽ
+1 അഡ്മിഷൻ നടപടിക്രമങ്ങളെല്ലാം പൂർത്തിയായപ്പോൾ 5006 സീറ്റുകൾ ഒഴിഞ്ഞു കിടക്കുന്നു. നമ്മളത് മറന്നു പോകരുത്. അപ്പോൾ അല്ലല്ല, 5006 സീറ്റുകൾ എവിടെയാണ് ഒഴിഞ്ഞു കിടക്കുന്നത്? ആവശ്യമായത് ഷിഫ്റ്റ് ചെയ്തു. വിനേഷ്, എന്റെ ക്വസ്റ്റ്യൻ ഇതാണ്. 5006 സീറ്റുകൾ സംസ്ഥാനം മുഴുവൻ ഒഴിഞ്ഞു കിടക്കുന്നുള്ളത് പ്രശ്നമല്ല. കേരളത്തിലെമ്പാടും ഒഴിഞ്ഞു കിടക്കുന്നുള്ളതല്ല പ്രശ്നം. മലബാർ ജില്ലകളിൽ കുട്ടികൾക്ക് പഠിക്കാൻ സീറ്റ് ഉണ്ടോ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. തിരുവനന്തപുരത്തോ കൊല്ലത്തോ കോട്ടയത്തോ പത്തനംതിട്ടയിലോ ഒഴിഞ്ഞു കിടക്കുന്നുള്ള പ്രശ്നമേ അല്ല. മലബാറിൽ കുട്ടികൾക്ക് പഠിക്കാൻ സീറ്റ് ഉണ്ടോ? ആ പ്രശ്നം പരിഹരിക്കാൻ നിങ്ങൾ കഴിഞ്ഞ 3 വർഷം എന്ത് ചെയ്തു? ഇതാണ് ക്വസ്റ്റ്യൻ. തീർച്ചയായും ഇപ്പം നമ്മൾ കഴിഞ്ഞ വർഷങ്ങളിൽ ചെയ്തതുപോലെ തന്നെ ഇപ്പം ഈ വർഷം നോക്കൂ, 7 ജില്ലകൾ, തിരുവനന്തപുരം, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകൾ, അവിടെ ഗവൺമെൻറ് സ്കൂളുകളിൽ 30% മാർജിനൽ ഇൻക്രീസിംഗ് സീറ്റ് അനുവദിക്കുന്നു. ഈ 7 ജില്ലകളിൽ നിന്നുള്ള എയ്ഡഡ് സ്കൂളുകളിൽ 20% മാർജിനൽ ഇൻക്രീസിംഗ് സീറ്റുകൾ അനുവദിക്കുന്നു. ഇതേ 7 ജില്ലകളിൽ മാനേജ്മെൻറ്റ് ആവശ്യപ്പെട്ടാൽ അവർക്ക് അധികമായി 10% കൂടി മാർജിനൽ സീറ്റ് വർധനവ് കൊടുക്കുന്നു. വിനേഷ്, ഞാൻ കരുതുന്നത് അങ്ങ് ഒരു അധ്യാപകനാണ് എന്നാണ്. ഒരു അധ്യാപകൻ എന്ന നിലയിൽ ഒരു നിമിഷം ഒരു അധ്യാപകൻ എന്ന നിലയിൽ നിങ്ങൾക്ക് ഒരു ക്ലാസ് മുറിയിൽ എത്ര കുട്ടികളെ പഠിപ്പിക്കാൻ കഴിയും അവർക്ക് മനസ്സിലാവുന്ന രീതി? നമ്മളിവിടെ കാണേണ്ടത് ക്ലാസ് റൂമിലെ അധ്യാപക വിദ്യാർത്ഥി അനുപാതം സംബന്ധിച്ച് വളരെ കൃത്യമായ നിലപാടുള്ള സംഘടനയാണ് KSTA. 1:40 അല്ലെങ്കിൽ 45. ഇവിടെ നമ്മൾ കാണേണ്ടത് മലബാറിൽ ഇപ്പോൾ കുട്ടികൾ പഠിക്കുന്നത് 50-60 കുട്ടികളാണ് വിനേഷ്. 50-60 കുട്ടികളാണ് ഈ കഴിഞ്ഞ വർഷം പഠിച്ചത്. അധ്യാപകർ മൈക്ക് ഉപയോഗിച്ചാണ് പഠിപ്പിക്കുന്നത്. വിനേഷ് കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. തീർച്ചയായും അവിടെയാണ് നിങ്ങൾ ഈ മാർജിനൽ സീറ്റിന്റെ വർധനവിനെ കുറിച്ച് വിനേഷ് പറയുന്നത്. മാർജിനൽ സീറ്റ് വർദ്ധിപ്പിക്കുന്നതുകൊണ്ട് ഈ വിദ്യാഭ്യാസത്തിന്റെ ഗുണനിലവാരം ഇടിയുകയാണ്, അധ്യാപകരുടെ ജോലിഭാരം കൂടുകയാണ്. അവിടെ അതൊരു നേട്ടമായിട്ട് വിനേഷ് പറയുമ്പോഴാണ് ഞാൻ കുറച്ച് ചോദിക്കുന്നത്. ഘട്ടം ഘട്ടമായി പരിഹരിക്കാനുള്ള എല്ലാ ശ്രമവും കേരളത്തിലെ LDF സർക്കാർ നടപ്പാക്കുന്നു. ആദ്യഘട്ടം 1,25,000 കുട്ടികളുടെ പഠനാവസരം 4.5 ലക്ഷമാക്കി വർദ്ധിപ്പിച്ചത് ഈ ഗവൺമെൻറ്റിൻ്റെ കരുതലാണ്. ഇടതുപക്ഷ ജനാധിപത്യ ഗവൺമെൻറ്റിൻ്റെ നയമാണ്. ഫസ്റ്റ് ഫേസ് അതാണ്. സെക്കൻഡ് ഫേസ് ഇപ്പോൾ മാർജിനൽ ഇൻക്രീസിങ്ങിൻ്റെ ഭാഗമായി ക്ലാസ്സുകളിൽ കുട്ടികളുടെ എണ്ണം അധികമാണ്. ഇപ്പോൾ കേരളത്തിൽ മാർജിനൽ ഇൻക്രീസിങ്ങിൻ്റെ ഭാഗമായി ഇരുന്ന് പഠിക്കുന്ന കുട്ടികളുടെ എണ്ണം തന്നെ 1000-ലധികം ബാച്ചുകൾക്ക് ആവശ്യമായിട്ടുള്ള കുട്ടികളാണ്. തർക്കമൊന്നുമില്ല, അത് നമുക്ക് അഡ്രസ്സ് ചെയ്യാതെ പോകാൻ വേണ്ടി കഴിയില്ല. പക്ഷേ ഇവിടെ നമ്മൾ കാണേണ്ട കാര്യം, 10ാം ക്ലാസ്സിൽ നിന്നും ഉപരിപഠനത്തിന് യോഗ്യത നേടുന്ന ഒരു കുട്ടി ഈ വിഷയ വൈവിധ്യങ്ങൾ ഏതാണ്ട് 50ഓളം വരുന്ന വിഷയ കോമ്പിനേഷനുകളൊക്കെ വെച്ച് ഒരേ വിദ്യാലയത്തിൽ തന്നെ പഠന സൗകര്യം ഒരുക്കണം എന്ന് നമുക്ക് വാശി പിടിച്ച് പോകാൻ വേണ്ടി കഴിയില്ല. പക്ഷേ സാധ്യമായതെല്ലാം എല്ലാ പരിമിതിയിൽ നിന്നുകൊണ്ടും പൊതുവിദ്യാഭ്യാസ രംഗത്ത് ഇപ്പോൾ 178 താൽക്കാലിക ബാച്ചുകൾ അനുവദിക്കുമ്പോൾ കേരളത്തിലെ ഗവൺമെൻറ്റിന് ഏതാണ്ട് 20 കോടി രൂപയാണ് അതിൻ്റെ ഭാഗമായി അധികമായി വേണ്ടിവരുന്നത്. ഇപ്പോൾ സാമ്പത്തിക നിലയൊക്കെ നേരത്തെ സൂചിപ്പിച്ചു, കേന്ദ്ര സർക്കാരും ആയി ബന്ധപ്പെട്ട നിലപാടുകൾ സുപ്രീം കോടതിയിൽ പോയതൊക്കെ അതിനെയൊക്കെ നമുക്ക് ചേർത്ത് വെച്ച് വായിക്കാൻ വേണ്ടി കഴിയണം. പൊതുവിദ്യാഭ്യാസ രംഗത്ത് ഇത്രയധികം നിയമനങ്ങൾ നടത്തി, അടിസ്ഥാന ഭൗതിക സൗകര്യങ്ങൾ ഒരുക്കി, റാഷണലൈസ്ഡ് കണ്ടന്റിൻ്റെ ഉൾപ്പെടെ പശ്ചാത്തലത്തിൽ അതിനാവശ്യമായിട്ടുള്ള സൗകര്യങ്ങൾ ഒരുക്കി, അധ്യാപകർക്ക് ശാക്തീകരണ പരിപാടി, ഹയർ സെക്കൻഡറി സ്കൂൾ ടീച്ചേഴ്സ് ട്രാൻസ്ഫോർമേഷൻ പ്രോഗ്രാം, 10 ദിവസത്തെ റെസിഡൻഷ്യൽ പരിശീലന പരിപാടി കേരളത്തിന്റെ ചരിത്രത്തിൽ ഇന്നേ വരെ. അതൊക്കെ ശരി വിനേഷ്, ഇപ്പോഴും പറയുന്നതിന് പരിഹാരമായി താൽക്കാലിക പരിഹാരമായി പറയുന്നത് താൽക്കാലിക ബാച്ചുകളെ കുറിച്ചാണ്. ആ താൽക്കാലിക ബാച്ചുകൾ അനുവദിക്കുന്നതിന് 20 കോടി രൂപ അധിക ചെലവ് വരുമെന്ന് പറയുന്നു. അതേസമയം തന്നെ 10ഉം 15ഉം 20ഉം 25ഉം കുട്ടികൾ മാത്രം പഠിക്കുന്ന ബാച്ചുകൾ തെക്കൻ ജില്ലകളിലുണ്ട്. അത് ഉണ്ടാക്കുന്ന നഷ്ടം എത്രയാണെന്ന് KSTAക്ക് പ്രശ്നമല്ല, സർക്കാരിന് പ്രശ്നമല്ല. അതേസമയം താൽക്കാലികമായി അനുവദിക്കുന്ന താൽക്കാലിക ബാച്ചുകൾക്ക് 20 കോടി ചെലവാക്കുന്നതിനെ കുറിച്ച് നിങ്ങൾക്ക് ആശങ്കയുണ്ട്. അപ്പോൾ ഈ പ്രശ്നം എങ്ങനെ പരിഹരിക്കുന്നതിനെ കുറിച്ച് നിങ്ങൾക്കൊരു ക്ലൂ ഇല്ല, അതാണോ? തീർച്ചയായും നമ്മൾ കാണേണ്ട വിഷയം എന്താ, തെക്കൻ ജില്ലകളിൽ ഈ ഒരു ദുരന്ത ഭൂമി സൃഷ്ടിച്ചതിന്റെ ധാർമ്മിക ഉത്തരവാദിത്വം UDF കാലത്തെ ഗവൺമെന്റിനാണ്. ഇവിടെ ഈ പ്ലസ് ടു സ്കൂളുകൾ അനുവദിച്ചത് ആരാണ് ബിനേഷ്? അത് UDF ആണോ അനുവദിച്ചത്? UDF ആണോ പ്ലസ് ടു സ്കൂളുകൾ അനുവദിച്ചത്? പ്രീ ഡിഗ്രി നിർത്തലാക്കി പ്ലസ് ടു സ്കൂൾ അനുവദിച്ചത് ആരാണ് ബിനേഷ്? ആരാണ് ഇത് അനുവദിച്ചത്? തീർച്ചയായും ഇന്ന് മലപ്പുറം ജില്ലയിലുള്ള അൺഎയ്ഡഡ് ബാച്ചുകളുടെ ആകെ എണ്ണം എടുത്ത് പരിശോധിച്ചാൽ അതിന്റെ 85% അനുവദിച്ചത് UDFന്റെ കാലത്താണ്. ഒരു തർക്കവുമില്ല. ഇപ്പോൾ 18 വർഷക്കാലം അതെന്തുകൊണ്ടാണ് അനുവദിക്കേണ്ടി വന്നത്? LDF അനുവദിച്ചു. മലപ്പുറത്ത് UDFന് അനുവദിക്കേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ്? മലപ്പുറത്ത് കൂടുതലായി സ്കൂളും ബാച്ചും സീറ്റും കൊടുത്തതാണോ പ്രശ്നം, അത് ഇല്ലാത്തതാണോ പ്രശ്നം? അല്ല, ഞാൻ പറഞ്ഞു വന്നത് 15 വർഷം UDF കൊടുത്തതും 17 വർഷം LDF കൊടുത്തതും തമ്മിലുള്ള കമ്പാരിസൺ നടത്തിയാൽ നമുക്കറിയാം
മലപ്പുറത്തോടും മലബാറിനോടും ഈ കേരളത്തോടും ആർക്കാണ് കരുതലുള്ളത് എന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ. തോന്നിയതുപോലെ ബാച്ച് കൊടുത്തത്, അശാസ്ത്രീയമായി മാനദണ്ഡങ്ങളില്ലാതെ സൗകര്യങ്ങൾ ഒരുക്കി കൊടുത്തത്. ബിനേഷ് ചൂണ്ടിക്കാട്ടുന്ന ഒരു പോയിന്റ് ഉണ്ട്. ബിനേഷ്, ഞാൻ ബിനേഷിലേക്ക് വരാം. ശ്രീ പി കെ നിവാസ്, ഇത് ഇപ്പോൾ ഈ +2 സ്കൂളുകൾ അനുവദിച്ചതിന് ശേഷം നിങ്ങൾ 2 വട്ടം UDF ഭരിച്ചിട്ടുണ്ട്. കേരളത്തിലെ ഏറ്റവും കൂടുതൽ കാലം വിദ്യാഭ്യാസ വകുപ്പ് കൈവശം വെച്ചിട്ടുള്ള ഒരു പാർട്ടിയുടെ വിദ്യാർത്ഥി സംഘടനയുടെ നേതാവ് കൂടിയാണ് നവാസ്. അതായത് മലപ്പുറത്തിന് ഒരു സീറ്റ് കൊടുത്താൽ തെക്കൻ ജില്ലകളിൽ എവിടെയെങ്കിലും കൊണ്ട് ഒരു ബാച്ച് കൊടുക്കണം, എന്നാലേ അത് ബാലൻസ് ചെയ്യുള്ളൂ എന്നൊരു സിദ്ധാന്ത പ്രകാരം. ഇത് വെറുതെ പറയുന്നതല്ല, കണക്ക് വെച്ച് തന്നെ പറയുന്നതാണ്. ഇന്ന് രാവിലെ തന്നെ ഒരു +2 അധ്യാപകൻ വിളിച്ചിട്ട് പറയുന്നത് ഒരാവശ്യവുമില്ലാതെ എയ്ഡഡ് സ്കൂളുകളിൽ ബാച്ചുകൾ അനുവദിച്ചതിൻ്റെ ദുരന്തഫലം അനുഭവിക്കുന്നത് തെക്കൻ ജില്ലകളിലെ സർക്കാർ സ്കൂളുകളാണെന്നാണ് അധ്യാപകൻ പറയുന്നത്. സർക്കാർ സ്കൂളിൽ പഠിക്കാൻ കുട്ടികളില്ല. ഇപ്പോൾ നിങ്ങളുടെ കൈവശം വിദ്യാഭ്യാസ വകുപ്പ് ഉണ്ടായിരുന്നപ്പോൾ പരിഹരിക്കാവുന്ന ഒരു പ്രശ്നമായിരുന്നു ഇത്. നിങ്ങൾ എന്തുകൊണ്ട് ചെയ്തില്ല എന്നതിന് പകരം അത് കൂടുതൽ വഷളാക്കുന്ന രീതിയിൽ ഒരുതരം പ്രീണന, എന്താണ് പറയുക, ബാലൻസിങ് നയം നിങ്ങൾ സ്വീകരിച്ചു. അതാണ് ബിനേഷ് ചൂണ്ടിക്കാട്ടുന്നത്. ശ്രീ അജിംസ്, ഞാൻ പറയാം. ഒന്നാമതായി, ഇന്ന് മന്ത്രിയുടെ പത്രസമ്മേളനത്തിൽ മലപ്പുറത്തൊരു വികാരത്തെക്കുറിച്ച് സംസാരിച്ചു. ഇപ്പോൾ ഇവിടെ അധ്യാപകനായ ശ്രീ ബിനീഷ് സാറും സംസാരിക്കുന്നത് അതേ ഒരു സ്ലാങ്ങിലാണ്. ഞങ്ങൾക്ക് സഹതാപം തോന്നുകയാണ്. എന്താ മലപ്പുറത്ത് പഠിക്കാൻ സീറ്റില്ല, ഞങ്ങൾ വികാരപ്പെടുന്നു, എന്താ അതിൽ തെറ്റ്? എന്താ മന്ത്രി കണ്ട കുഴപ്പം? എന്താണ് ശ്രീ അധ്യാപകൻ ബിനേഷ് കണ്ട കുഴപ്പം? ഞങ്ങൾക്ക് സീറ്റിനെ കുറിച്ച് ചോദിച്ചുകൂടെ? മലപ്പുറത്തുകാർക്ക് സീറ്റിനെ കുറിച്ച് സംസാരിക്കാൻ അവകാശമില്ലേ? ഇപ്പോൾ അദ്ദേഹം ഇത്രയും നേരം സംസാരിക്കുമ്പോൾ ശ്രീ അജിംസിനോട് പറഞ്ഞത് കുറേ കണക്കുകൾ പറഞ്ഞു. മലപ്പുറത്ത് വലിയ പ്രശ്നമൊന്നുമില്ല, കേരളത്തിലെ മൊത്തം പ്രശ്നത്തിൻ്റെ കാരണം UDF ആണെന്നൊക്കെ പറഞ്ഞു. നമുക്ക് പരിശോധിക്കാം. കേരളത്തിൽ 1998 ശ്രീമൻ EK നായനാർ ഗവൺമെൻറ് കാലത്താണ് ഈ പറഞ്ഞ +2 സംവിധാനത്തെ നമ്മൾ കൊണ്ടുവന്നത്. നിങ്ങൾ പരിശോധിക്കുക, 98 EK നായനാർ ഗവൺമെൻറ്, 2001 ആന്റണി ഉമ്മൻചാണ്ടി ഗവൺമെൻറ്, 2006 ശ്രീമൻ VS അച്യുതാനന്ദൻ്റെ ഗവൺമെൻറ്, 2011 ശ്രീമൻ ഉമ്മൻചാണ്ടിയുടെ ഗവൺമെൻറ്, 2016 ഒന്നാം പിണറായി ഗവൺമെൻറ്, 2021 രണ്ടാം പിണറായി ഗവൺമെൻറ് എന്ന് വെച്ചാൽ 1998 മുതൽ 2024 വരെയുള്ള കാലയളവിൽ 6 മന്ത്രിസഭകൾ കേരളം ഭരിച്ചിട്ടുണ്ട്. 4 തവണയും ഭരിച്ചത് LDF ആണ്, 2 തവണ ഭരിച്ചത് UDF ആണ്. ഈ ഓരോ തവണയും എന്ത് സംഭവിച്ചു എന്ന് പരിശോധിക്കും നിങ്ങൾ. ഇതേ ഇവിടെ വന്നിരുന്ന് ഇങ്ങനെ കളവ് പ്രചരിപ്പിക്കുമ്പോൾ ഈ ജനങ്ങളോട് സംസാരിക്കേണ്ട, സത്യം പറയേണ്ട ഒരു ബാധ്യതയുണ്ടല്ലോ. 1998 നേരത്തെ അജിംസ് സൂചിപ്പിച്ചതുപോലെ EK നായനാർ മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ +2 സംവിധാനം കൊണ്ടുവന്നു. അസന്തുലിതാവസ്ഥ ആരംഭിക്കുന്ന അവിടെയാണ്. ഒരു മുഖ്യമന്ത്രി അല്ലെങ്കിൽ അദ്ദേഹത്തിന് കീഴിലുള്ള മന്ത്രിസഭ അത് കൊടുക്കുന്ന സമയത്ത് +2 സീറ്റ് അനുവദിക്കുന്ന സമയത്ത് പ്രീ ഡിഗ്രിയിൽ നിന്ന് +2 അനുവദിക്കുമ്പോൾ കേരളത്തിലെ ഒന്നായി കാണാൻ അദ്ദേഹത്തിന് സാധ്യമായില്ല. 397 ബാച്ചുകൾ പുതുതായി അനുവദിക്കുമ്പോൾ മലബാറിൽ വളരെ കുറവെന്ന് പറഞ്ഞാൽ ഞാൻ അതിൻ്റെ കണക്കുകൾ സഹിതം പറയാൻ തയ്യാറാണ്. അത് കാറ്റഗറി തിരിച്ച് കണക്ക് നമ്മുടെ കയ്യിലുണ്ട്. ഏറ്റവും കുറവ് മലബാർ മേഖലയിൽ വന്നു. വലിയ അസന്തുലിതാവസ്ഥയുണ്ടായി. അവിടെ നിന്ന് ഇങ്ങോട്ട് രണ്ടാമത് വന്ന ഉമ്മൻചാണ്ടി ആന്റണി ഗവൺമെൻറ് നിങ്ങൾ പരിശോധിക്കുക. 2001 നേരത്തെ ചോദിച്ചോളൂ എന്ത് ചെയ്തു വന്ന്. ഞാൻ പറയട്ടെ, എല്ലാ ഹൈസ്കൂളുകളും ഹയർ സെക്കൻഡറി സ്കൂളുകളായി അനുവദിച്ചത് ഈ ഘട്ടത്തിലാണ്. എല്ലാ ഹയർ സെക്കൻഡറി സ്കൂളുകളിലും പുതിയ ബാച്ച് അനുവദിച്ചത് 2001 ആന്റണി ഉമ്മൻചാണ്ടി ഗവൺമെൻറ് കാലത്ത് ശ്രീമൻ ET മുഹമ്മദ് ബഷീറും നാലകത്ത് സൂപ്പിയും വിദ്യാഭ്യാസ മന്ത്രിയായപ്പോഴാണ്. സ്വാഭാവിക ചോദ്യമുണ്ട്, അജിംസി വെച്ചൊരു ചോദ്യം, മലപ്പുറത്തിന് വേണ്ടി എന്ത് ചെയ്തു? മലപ്പുറത്താണ് വലിയ പ്രശ്നമുള്ളത്. ആ ഘട്ടത്തിൽ 49 സ്കൂളുകൾ മലപ്പുറത്ത് അപ്ഗ്രേഡ് ചെയ്ത ലിസ്റ്റ് നമ്മുടെ കയ്യിലുണ്ട്. തൊട്ടിപ്പിറകിൽ വന്നത് VS അച്യുതാനന്ദൻ്റെ ഗവൺമെൻറ്റാണ്. ഞാൻ ശ്രീ ബിനീഷിനോട് ചോദിക്കട്ടെ, VS അച്യുതാനന്ദൻ്റെ ഗവൺമെൻറ് എന്താ ചെയ്തത്? ഒന്നും ചെയ്തില്ലെന്ന് മാത്രമല്ല, അന്ന് വിജയബേരി എന്ന് പറയുന്നൊരു പദ്ധതി മലപ്പുറം ജില്ലാ പഞ്ചായത്ത് ആരംഭിച്ചു. മലപ്പുറം പിന്നോക്കം നിൽക്കുന്നു, വിദ്യാഭ്യാസ മേഖല മുന്നോട്ട് വരുന്നില്ല എന്ന് കണ്ടുകൊണ്ട് മലപ്പുറം ജില്ലാ പഞ്ചായത്ത് വിജയബേരി ഉണ്ടാക്കി. ഒരുപക്ഷെ വിജയ ശതമാനത്തിൽ 60-70% വരുന്ന മലപ്പുറം ജില്ല ആ പദ്ധതിയോടുകൂടി 90% ഉയർന്നു വന്നു. ആ ഘട്ടത്തിൽ ഭരിക്കുന്നത് VS അച്യുതാനന്ദൻ ഗവൺമെൻറ്റാണ്. ബാധ്യതയുണ്ട്. ഒരു ജില്ല വളരെ കൃത്യമായ ഒരു ജില്ലാ പഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ എല്ലാ സ്കൂളുകളെയും അധ്യാപകരെയും ചേർത്ത് ഒരു വിദ്യാഭ്യാസപരമായി വലിയൊരു കുതിപ്പ് ഈ 2006 വിജയബേരി പദ്ധതിയിൽ ഉണ്ടാക്കുമ്പോൾ അവർക്ക് ആവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങൾ നൽകണമെന്നത് ഒരു മന്ത്രിസഭയുടെ സ്വാഭാവികമായി അവർക്ക് നൽകേണ്ട, ജില്ലക്ക് നൽകേണ്ട ഒരു പരിഗണനയാണ്. അത് നൽകിയില്ല. തൊട്ടിപ്പിറകിൽ വന്ന 2011 രണ്ടാമത്തെ UDF ഗവൺമെൻറ്, ഉമ്മൻചാണ്ടി ഗവൺമെൻറ് 1402 ബാച്ചുകൾ അനുവദിച്ചു. 84,000 വിദ്യാർത്ഥികൾക്ക് പഠിക്കാൻ അവസരം നൽകി. ആ അവസരത്തിൽ സ്വാഭാവികമായി കൂടുതൽ നൽകേണ്ടത് മലപ്പുറം ജില്ലക്കാണ്. ഞങ്ങൾ നൽകിയല്ലോ. 24 ഹൈസ്കൂളുകളിൽ ഞങ്ങൾ പുതുതായി നൽകി. 173 ബാച്ചുകൾ അനുവദിച്ചു. അതെല്ലാം ഞങ്ങൾ ചെയ്തു. തൊട്ടിപ്പിറകിൽ വന്ന പിണറായി വിജയൻ്റെ ഒന്നാം ഗവൺമെൻറ് നേരത്തെ അജിംസിയോടെ പറഞ്ഞു, ഒരു ബാച്ച് കൊടുത്തില്ല, ഒരു സീറ്റ് വർദ്ധിപ്പിച്ചില്ല, ഒരു സ്കൂളിലും പുതിയ ഹയർ സെക്കൻഡറി അനുവദിച്ചില്ല. 2021 വീണ്ടും പിണറായി വിജയൻ ഗവൺമെൻറ് രണ്ടാം ഗവൺമെൻറ് അധികാരത്തിൽ വന്നു. ഒരു പുതിയ ബാച്ച് അനുവദിച്ചില്ല, ഒരു പുതിയ സീറ്റ് അനുവദിച്ചില്ല, ഒരു പുതിയ സ്കൂൾ അനുവദിച്ചില്ല. എന്ന് വെച്ചാൽ കേരളത്തിൽ ഈ +2 സംവിധാനം വന്ന ശേഷം 6 ഗവൺമെൻറ്റുകൾ വന്നപ്പോൾ 4 തവണയും വന്നത് LDF ഗവൺമെൻറ്റാണ്. ആ 4 തവണ ഭരിച്ച LDF ഗവൺമെൻറ് അവരുടെ മുഖ്യമന്ത്രിമാർ ഈ ജില്ലയോടും മലപ്പുറം ജില്ലയോടും മലബാറിനോടും അവഗണന കാണിക്കുകയും 98 ശ്രീമാൻ EK നായനാരുടെ കാലത്ത് തുടങ്ങിയിട്ടുള്ള ഈ അസന്തുലിതാവസ്ഥ
പാക്കപ്പ് മാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്, അത് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് 2 തവണ UDF ഗവൺമെൻറ് അതിന് ശ്രമം നടത്തി. നിങ്ങൾക്കറിയാലോ, ശ്രീമാൻ അബ്ദുറബ്ബിൻ്റെ കാലത്ത് വലിയ രൂപത്തിലേക്ക്, നേരത്തെ അജിംസ് പറഞ്ഞതുപോലെ മലബാറിലെ പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്ന നിശ്ചയദാർഢ്യത്തിൽ അബ്ദുറബ്ബിൻ്റെ നേതൃത്വത്തിൽ വലിയൊരു ശ്രമം നടത്തി. അന്നാണ് അബ്ദുറബ്ബിനെ ഒറ്റയിട്ട് വർഗീയവാദിയായി ആക്രമിക്കുന്ന കാരണം ഉണ്ടായത്. ഞങ്ങൾ അന്നും ഇന്നും പറയുന്നു, മലപ്പുറത്ത് കുറവുണ്ട്, മലബാറിൽ കുറവുണ്ട്, എല്ലാ വിദ്യാർത്ഥികൾക്കും പഠിക്കാനുള്ള അവസരം ഉണ്ടാകണം. അന്ന് അബ്ദുറബ്ബിനെ ഒറ്റയാടി വേട്ടയാടി ആക്രമിച്ചു. അദ്ദേഹത്തെ അത്തരം നിലപാടിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചു. പക്ഷേ ധീരമായ നിലപാടാണ് അന്ന് അബ്ദുറബ്ബ് എടുത്തത്. അതുകൊണ്ടാണ് 84,000-ഓളം കുട്ടികൾക്ക് കേരളത്തിൽ ഒന്നാകെ പുതിയ സീറ്റ് അനുവദിച്ചത്. ആ കാലഘട്ടത്തിലാണ് കേരളത്തിൽ +1 സംവിധാനം ആരംഭിച്ച ശേഷം ഏറ്റവും കൂടുതൽ ബാച്ച് അനുവദിച്ചത്. ഏറ്റവും കൂടുതൽ സ്കൂളുകളിൽ ഹയർ സെക്കൻഡറി മലബാറിൽ മാത്രമായിരുന്നു അന്ന് അനുവദിച്ചത് നവാസ്. അങ്ങനെ അനുവദിക്കുമ്പോൾ മലബാറിൽ മാത്രം അനുവദിക്കുകയാണോ ചെയ്തത്? അല്ല, കേരളത്തിൽ ഒന്നാകെ സ്പെഷ്യൽ പാക്കേജായി ആവശ്യമില്ലാത്തടത്ത് അനുവദിച്ചു. അങ്ങനെയല്ല, നമ്മൾ സ്വാഭാവികമായി ആപ്ലിക്കേഷനുകൾ ഉണ്ടാവുക, ആ ആപ്ലിക്കേഷനുകളെ പരിഗണിക്കുക എന്നത് കേരളത്തിന്റെ പൊതു സ്വഭാവമാണ്. അങ്ങനെ പരിഗണിച്ചിട്ടുണ്ട്. ആ അനുവദിക്കുമ്പോൾ സ്വാഭാവികമായി കുറവുള്ള ഒരിടം എന്ന രീതിയിൽ മലബാറിൽ അധികമായി നൽകുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞത്, നമ്മൾ മൊത്തം 1402 ബാച്ച് അനുവദിക്കുമ്പോൾ അതിൽ 250-ഓളം ബാച്ച് അനുവദിച്ചത് മലപ്പുറം ജില്ലയിൽ മാത്രമാണ്. അത് മലപ്പുറത്തോട് പ്രത്യേക പരിഗണന കാണിച്ചതല്ല, ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ ഉണ്ടായത് മലപ്പുറത്താണ്. ഇനിയിപ്പോൾ രണ്ടാമത്തെ ഒരു കാര്യം ഞാൻ പറയാം. ഇവിടെ നേരത്തെ മന്ത്രിയുടെ ഒരു ബൈറ്റ് നിങ്ങൾ മീഡിയ വണ്ണ് കാണിച്ചു. അതിൽ അദ്ദേഹം പറയാൻ മലപ്പുറത്തൊരു പ്രത്യേക വികാരം എന്താ? ഞാൻ വാഹനമായിട്ട് മന്ത്രിയോട് ചോദിക്കട്ടെ, മലപ്പുറത്തുകാർക്ക് അവകാശമില്ലേ? നിങ്ങളിപ്പോൾ കണക്കുകൾ പരിശോധിക്ക്. തിരുവനന്തപുരത്ത് ഒരു വിദ്യാർത്ഥിക്ക് സീറ്റില്ലാത്ത പ്രശ്നമില്ല, കൊല്ലത്ത് പ്രശ്നമില്ല, പത്തനംതിട്ടയിൽ പ്രശ്നമില്ല, ആലപ്പുഴയിൽ പ്രശ്നമില്ല, കോട്ടയത്ത് പ്രശ്നമില്ല, ഇടുക്കിയിൽ പ്രശ്നമില്ല, എറണാകുളത്ത് പ്രശ്നമില്ല. ഞാൻ ശ്രീ ബിനീഷിനെ വെല്ലുവിളിക്കാൻ. എന്നാൽ പ്രശ്നമുണ്ട് മലപ്പുറത്ത് മാത്രമാണോ? അല്ലല്ലോ. തൃശ്ശൂരിൽ പ്രശ്നമുണ്ട്, 920 കുട്ടികൾക്ക്. പാലക്കാട് പ്രശ്നമുണ്ട്, മലപ്പുറത്ത് പ്രശ്നമുണ്ട്, കോഴിക്കോട് പ്രശ്നമുണ്ട്, വയനാട് പ്രശ്നമുണ്ട്, കാസർഗോഡ് പ്രശ്നമുണ്ട്, കണ്ണൂർ പ്രശ്നമുണ്ട്. ഈ പ്രശ്നത്തെ ഇവർ മറികടക്കുന്ന ഒരു ടാറ്റിക്സ് ഉണ്ട്, ഒരു കണക്കിന്റെ കളിയുണ്ട് ഇവരുടെ. അതെങ്ങനെയാണെന്നറിയോ? 50 കുട്ടികൾക്കാണ് ഒരു ക്ലാസ് റൂമിൽ ഇരിക്കാൻ കഴിയുക. ഇവരെന്ത് ചോദിച്ചാൽ മൊത്തം നമ്പറിങ് എടുക്കും ജില്ലയുടെ. എന്നിട്ടോ അവിടെയുള്ള VHSE, ITI, പോളി എന്താ മലബാറിലെ കുട്ടികൾക്ക് ഇഷ്ടമുള്ള കോഴ്സ് തിരഞ്ഞെടുക്കാൻ പറ്റില്ലേ? നിങ്ങളുടെ തിട്ടൂരനുസരിച്ച് നൽകുന്ന കോഴ്സ് മാത്രം മലബാറിലെ കുട്ടികൾ തിരഞ്ഞെടുക്കണോ? നിങ്ങൾ ITI കുറയ്ക്കുമ്പോൾ ഞങ്ങൾ ITI പഠിക്കാൻ താല്പര്യമില്ലാത്ത കുട്ടികൾക്ക് +2 പഠിക്കണമെങ്കിൽ നിങ്ങൾ എന്താ സൗകര്യം കൊടുക്കാത്തത്? ഭരിക്കുന്ന ഭരണകൂടത്തിന്റെ ഉത്തരവാദിത്തമല്ലേ അത്? അപ്പോൾ നിങ്ങൾ ITI കുറയ്ക്കും, VHSE കുറയ്ക്കും, പോളി കുറയ്ക്കും, എന്നിട്ടൊരു നമ്പർ ഉണ്ടാക്കും. ആ നമ്പറിൽ 50 എന്ന് പറയുന്നിടത്ത് മാർജിനൽ ഇൻക്രീസ് എന്ന് പറയുന്ന നിങ്ങളുടെ മാന്ത്രിക വിദ്യ കൊണ്ടുവരും. എന്നിട്ട് 65 മാറ്റും ഒരു ക്ലാസ് റൂമിൽ. എന്നിട്ട് നിങ്ങൾ പുതിയൊരു നമ്പർ ഉണ്ടാക്കും. സ്വാഭാവികമായിട്ട് കുറച്ചും കൂടി എണ്ണം കുറയും. എന്നിട്ട് ഇവർ ചെയ്യുന്ന ഒരു വിക്രസ് ഉണ്ട്. അതെന്താണെന്നറിയോ? ഇനി 2 or 3 അലോട്ട്മെന്റ് കഴിഞ്ഞാൽ പുതിയൊരു കണക്ക്. കഴിഞ്ഞ തവണ മന്ത്രി പത്രസമ്മേളനം നടത്തിയിട്ട് പറയാൻ അപേക്ഷിച്ചവരുടെ എണ്ണം പുതുതായി അപേക്ഷിക്കണം. ഏതിന്? 3ാം ഘട്ടം കഴിഞ്ഞാൽ. അപ്പോൾ അപേക്ഷയുടെ എണ്ണം താരതമ്യേന കുറയും. 1ാം ഘട്ടം കഴിഞ്ഞാൽ സീറ്റ് കിട്ടാത്തവർ അൺഎയ്ഡിൽ പോയി ചേരും. 1ാം ഘട്ടം കഴിഞ്ഞാൽ കിട്ടാത്തവർ മറ്റു കോഴ്സുകൾ പോയി ചേരും. അവർ താല്പര്യം ഉണ്ടായിരുന്ന, ആഗ്രഹം ഉണ്ടായിരുന്ന +2 ഒഴിവാക്കി കേരളത്തിന് പുറത്തു പോയി ചേരും. എല്ലാം കഴിഞ്ഞിട്ട് അവസാനം ശ്രീ ബിനീഷ് ഇവിടെ പറഞ്ഞൊരു കണക്കാക്കി ശ്രദ്ധിച്ചില്ലേ? 5000-ഓളം സീറ്റുകൾ ഒഴിവായിരുന്നു എന്ന്. നിങ്ങളൊരു വിദ്യാർത്ഥിയെ അവരുടെ സ്വാതന്ത്ര്യത്തിന് മുകളിൽ കൈവച്ച് നീ എന്തു പഠിക്കണമെന്ന് അവരുടെ ആഗ്രഹത്തെ നിങ്ങൾ തട്ടിമാറ്റി, അവസരങ്ങളെ തട്ടിമാറ്റി, ഏറ്റവും അവസാനം പണം കൊടുത്ത് പഠിക്കുന്ന അണ്ണയുടെ സീറ്റ് പോലും കണക്കിൽ നിന്ന് കുറച്ചിട്ട് സീറ്റ് ഒഴിവുണ്ട് എന്ന് പറയുന്ന മാന്ത്രിക വിദ്യയായി നിങ്ങൾ പറയരുത്. അത് തുറന്നു കാണിക്കാൻ മലബാറിലെ ജനങ്ങൾക്ക് സാധ്യമാകും. ഞാനൊരു കാര്യം കൂടി പറയട്ടെ. ഇത് മലപ്പുറത്തിന്റെ മാത്രം പ്രശ്നമായി ചുരുക്കി കാണിക്കുന്നിടത്ത് ശ്രീ ബിനീഷിനും അദ്ദേഹത്തിന്റെ വിദ്യാഭ്യാസ മന്ത്രി പത്രസമ്മേളനം നടത്തുമ്പോൾ പ്രത്യേകമായി മലപ്പുറത്ത് എടുത്ത് കാണിക്കാൻ. അങ്ങനെ മലപ്പുറത്ത് മാത്രമല്ല, നിങ്ങൾ തിരുവനന്തപുരത്തെ പോലെ നിങ്ങൾ തൃശ്ശൂരിനെ പരിഗണിച്ചാൽ, കൊല്ലത്തെ പോലെ നിങ്ങൾ പാലക്കാടിനെ പരിഗണിച്ചാൽ, പത്തനംതിട്ടയെ പോലെ മലപ്പുറത്തെ പരിഗണിച്ചാൽ, ആലപ്പുഴയെ പോലെ കോഴിക്കോടിനെ പരിഗണിച്ചാൽ, കോട്ടയത്തെയും ഇടുക്കിയും പോലെ നിങ്ങൾ വയനാടിനെയും കാസർഗോഡിനെയും പരിഗണിച്ചാൽ, എറണാകുളത്തെ പോലെ കണ്ണൂരിനെ പരിഗണിച്ചാൽ, എല്ലായിടത്തും കുറവുണ്ട്. എണ്ണം വെച്ച് സംസാരിക്കാൻ ഞങ്ങൾ തയ്യാറാണ്. പക്ഷെ അവിടെ എത്തുമ്പോൾ ക്ലാസ് മുറിയിൽ 50 പേർ, ഇവിടെ എത്തുമ്പോൾ 65 പേർ. ഇനി 65 പേർ എവിടെ ഇരിക്കണം? ഒരു ബെഞ്ച് കൊടുത്തോ? നിങ്ങൾ പുതിയ ബാച്ച് അനുവദിച്ചപ്പോൾ നേരത്തെ പറഞ്ഞല്ലോ താൽക്കാലിക ബാച്ച് അനുവദിച്ചു എന്ന്. കഴിഞ്ഞ വർഷം നിങ്ങൾ പുതിയൊരു ബെഞ്ച് കൊടുത്തോ? ഒരു ഭൗതിക സൗകര്യം ഉണ്ടാക്കിയോ? ഇന്ന് മന്ത്രി പറയുന്നത് കേട്ടു മലപ്പുറത്ത് ഭൗതിക സൗകര്യത്തിന് പ്രയാസമുണ്ട് എന്ന്. പച്ചക്കള്ളം പറയാ മന്ത്രി. ബഹുമാനപ്പെട്ട ജില്ലാ പഞ്ചായത്ത് 4 വർഷം മുൻപ് ഈ പ്രശ്നം ഉന്നയിക്കുന്ന സമയത്ത് പറഞ്ഞു പ്രശ്നം നൽകാം, ജില്ലാ പഞ്ചായത്ത് എടുത്തു കൊടുക്കാം, ക്ലാസ് മുറികൾ, ബെഞ്ചുകൾ, ഡെസ്കുകൾ, നിങ്ങളൊന്ന് ഓർഡർ ഇട്ടാൽ മതി എന്ന് പറഞ്ഞവർ കേട്ടില്ല. മാത്രമല്ല, നിങ്ങൾ ശ്രദ്ധിക്കണം, ഇവിടെ ഒരു പ്രത്യേക രൂപത്തിൽ മലബാറിനെ ഇവർ കൈകാര്യം ചെയ്യുന്നുവെന്ന ആരോപണത്തിന് മറ്റൊരു കാരണം കൂടിയുണ്ട്. കഴിഞ്ഞ തവണ തെക്കൻ മേഖലയിൽ നിന്ന് ഒഴിഞ്ഞുകിടക്കുന്ന ബാച്ചുകൾ മലബാറിലേക്ക് മാറ്റി. വളരെ ചുരുങ്ങിയ ബാച്ചുകളാണ്. ആ മാറ്റിയിട്ട് ഇവർ ചെയ്തെന്നറിയോ? അധ്യാപകരുടെ സ്ഥിര നിയമനം ഇങ്ങോട്ട് മാറ്റിയില്ല, ബാച്ച് ഇങ്ങോട്ട് മാറ്റി കൊടുത്തു, അധ്യാപകരെ മാറ്റിയില്ല. എന്താ നിങ്ങൾക്ക് മലബാറിനോട് ഇത്ര വലിയ ഒരു സ്വഭാവം നിങ്ങൾ കാണിക്കുന്നത്? എന്തിനാ മലബാറിനെ ഇങ്ങനെ കഴുത്തിഞ്ഞരിച്ചു കൊല്ലുന്നത്? മലബാറിലെ ജനങ്ങൾ തരുന്ന നികുതിയല്ലേ? ആ നികുതി കൊണ്ടല്ലേ നിങ്ങൾ ഭരിക്കുന്നത്? ആ നികുതി കൊണ്ടല്ലേ നിങ്ങൾ ശമ്പളം പറ്റുന്നത്? ആ നികുതി കൊണ്ടല്ലേ അധ്യാപകനായിട്ടുള്ള ശ്രീ ബിനീഷ് ഉൾപ്പെടെ ശമ്പളം വാങ്ങിക്കുന്നത്? എനിക്ക് പ്രിയപ്പെട്ട അധ്യാപകനായ ബിനീഷിനോട് പറയാനുള്ളത്, നിങ്ങൾ തുറന്നു പറയണം. കേരളത്തിൽ ദേശീയ വിദ്യാഭ്യാസ നയ പ്രകാരം എൻ്റെ അറിവിൽ 30 പേർ ക്ലാസ് മുറിയിൽ ഇരിക്കണം എന്ന് രാജ്യത്തിന്റെ ദേശീയ വിദ്യാഭ്യാസ നയം പറയാൻ, കേരളത്തിന്റെ KR ഉൾപ്പെടെ 40 പേരെന്ന് പറയാൻ, നമ്മൾ 50 പേരെന്ന് നിജപ്പെടുത്താൻ, എല്ലാം കഴിഞ്ഞിട്ട് നിങ്ങൾ പറയാണ് 65 പേരാ
നടപ്പിലാകണമെന്ന്. ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പിലാക്കാൻ വേണ്ടി പോകുക കേരളത്തിൽ. കേന്ദ്ര ഗവൺമെന്റ് ദേശീയ വിദ്യാഭ്യാസ നയത്തോട് പറയുന്നതിനേക്കാൾ ഇരട്ടിയിലധികം ആളുകൾ മലപ്പുറത്തും കോഴിക്കോട്ടെയും കണ്ണൂരിലെയും കാസർകോട്ടെയും വയനാട്ടിലെയും ക്ലാസ് മുറി ഇരിക്കണം. എന്നിട്ട് പറയാൻ അവിടെ പ്രശ്നമൊന്നുമില്ല, തിരുവനന്തപുരത്ത് പ്രശ്നമില്ല, അവിടെ 50 പേർക്ക് ഇരിക്കാം, അവിടെ ബെഞ്ചിന് പ്രശ്നമില്ല, വിദ്യാർത്ഥികൾക്ക് പ്രശ്നമില്ല. നേരത്തെ അജിംസ് പറഞ്ഞല്ലോ, ക്ലാസ് മുറിയിൽ അധ്യാപകൻ ശബ്ദമിട്ട് സംസാരിക്കാൻ കഴിയാത്തതിന്റെ പേരിൽ ശ്രീ ബിനീഷ് നിങ്ങളുടെ അധ്യാപക സംഘടന പ്രവർത്തകന്മാരോട് ചോദിക്കണം, മൈക്ക് വെച്ച് സംസാരിക്കുന്ന ക്ലാസ് മുറികളിലാണ് മലബാറിലുള്ളത്. മലപ്പുറത്തും കോഴിക്കോട്ടും കണ്ണൂരും കാസർഗോഡും വയനാടും തൃശ്ശൂരും ഒക്കെ ഉള്ളത് മൈക്ക് വെച്ച് സംസാരിക്കുക ക്ലാസ് മുറിയിൽ. ആ ഗതികളിലാണ് മലപ്പുറം ഈ പറയുന്ന മലബാറിലെ വിദ്യാഭ്യാസ മേഖല പോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് +2 റിസൾട്ട് വന്നു. ഞാൻ ബിനീഷിനോട് കേട്ടെ, +2 റിസൾട്ടിൽ നിങ്ങൾ പരിശോധിക്കുക. നേരത്തെ അജിംസ് ചോദിച്ചല്ലോ, മലബാറിൽ ഈ കേരളത്തിൽ വിദ്യാഭ്യാസ മേഖല ഏറ്റവും കൂടുതൽ കൈകാര്യം ചെയ്ത ആളുകൾ ഞങ്ങളാണ് എന്ന്. ആ ഉത്തരവാദിത്തം ഞങ്ങൾ ഏറ്റെടുക്കുന്നു. ഞങ്ങൾ വിദ്യാഭ്യാസ മേഖല കൈകാര്യം ചെയ്തപ്പോൾ കേരളത്തിലുണ്ടായിട്ടുള്ള മാറ്റങ്ങളെക്കുറിച്ച് നിങ്ങൾ പരിശോധിക്കാൻ തയ്യാറാവ്. ഞാൻ ബിനീഷിനെ ഡിബേറ്റിന് വേണ്ടി വെല്ലുവിളിക്കാൻ. കേരളത്തിലെ മുഴുവൻ സർവകലാശാലകളെടുക്ക് +2 റിസൾട്ട് വന്നല്ലോ. 10ാം ക്ലാസ് മാത്രമല്ല, +2 റിസൾട്ട് നിങ്ങൾ എടുക്ക്. ഡിഗ്രിക്ക് പഠിക്കാതെ ഏറ്റവും കൂടുതൽ കുട്ടികൾ പുറത്തു നിൽക്കുന്നത് മലബാറിലാണ്. മലബാറിൽ ആകെ ഒരു സർവകലാശാല, അത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ആദ്യം ഉണ്ടാക്കിയത് ഞങ്ങളാണ്. പിന്നീട് അപ്പുറത്ത് കണ്ണൂരിൽ മലബാറിന് ഈ പറയുന്ന കാലിക്കറ്റിൽ ഉൾക്കൊള്ളാൻ കഴിയാതെ വന്നപ്പോൾ പുതിയൊരു സർവകലാശാല കണ്ണൂരിൽ ഉണ്ടാക്കിയത് ഞങ്ങളാണ്. അത് മാത്രമാണോ, കുസാറ്റ് ഉണ്ടാക്കിയത് ഞങ്ങളാണ്. ഈ കേരളത്തിൽ 956 നവംബർ 1 ശേഷം കേരളത്തിൽ നിർമ്മിക്കപ്പെട്ട സർവകലാശാലകളുടെ പേരെടുക്കുക ശ്രീ ബിനീഷ്. ഒരു സർവകലാശാല ഒഴികെ ബാക്കിയെല്ലാം ഉണ്ടാക്കിയത് വിദ്യാഭ്യാസ വകുപ്പ് മുസ്ലിം ലീഗ് കൈകാര്യം ചെയ്യുമ്പോഴാണ്. അതുകൊണ്ട് മുസ്ലിം ലീഗിന് ബാധ്യതയുണ്ട്. ആ ബാധ്യത ഞങ്ങൾ ഏറ്റെടുക്കാൻ ഞങ്ങൾ കർത്തവ്യം നിർവഹിച്ചിട്ടുണ്ട്. പക്ഷേ കേരളത്തിന്റെ ഗതികേട് പോലെ 5 വർഷം ഇടവിട്ട് അധികാരത്തിൽ വരുന്ന ഇടതു സർക്കാർ ചിറ്റമ്മ നയം മലബാറിനോട് കാണിക്കുന്നതിന്റെ പേരിൽ മലബാറും മലപ്പുറവും ഈ മലബാർ പ്രദേശങ്ങളും പിന്നോക്കം പോവുകയും അധികാരത്തിൽ വരുമ്പോൾ ഞങ്ങൾ പരിഹരിക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ വർഗീയതയുടെ ആയുധമെടുത്ത് ഇന്ന് മന്ത്രി പറഞ്ഞ പോലെ പ്രേക്ഷകർ നാട്ടുകാരൊക്കെ ഈ കഥകളൊക്കെ ഓർത്തിരിക്കുന്നുണ്ട്. ഈ LDF മാത്രമല്ല നിങ്ങൾക്ക് ഈ വർഗീയ സമ്മർദ്ദം ചെലുത്തിയത്, നിങ്ങളുടെ മുന്നണിയിലെ ചില ആളുകൾ തന്നെ നിങ്ങളെ വിമർശിച്ചിരുന്നു ഇത്തരം കാര്യങ്ങളിൽ. അല്ലെ, ആരായാലും ഏത് തരത്തിലുള്ള വിമർശനങ്ങൾ വന്നാലും അതിനെ അതിജയിക്കാൻ കഴിയുമെന്നാണ് ഞങ്ങൾ രാഷ്ട്രീയ മുന്നേറ്റമെന്ന് ഞാൻ പറഞ്ഞത്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അജിംസിനോട്, കേരളത്തിൽ ആദ്യമായ ഒരു സർവകലാശാല ഉണ്ടാക്കുമ്പോൾ കേരളപ്പിറവിക്ക് ശേഷം ഞങ്ങൾ ഉണ്ടാക്കി കാലിക്കറ്റിൽ CH മുഹമ്മദ് കോയ സാഹിബ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, പിന്നീട് ഞങ്ങൾ സർവകലാശാല ഉണ്ടാക്കി കണ്ണൂരിൽ കുസാറ്റ്. അതുപോലെ തന്നെ ഏറ്റവും പ്രധാനമായി ശ്രദ്ധിക്കണം, ഞാൻ പറഞ്ഞു ഇന്ന് +2 റിസൾട്ട് വന്നപ്പോൾ ഡിഗ്രിക്ക് സീറ്റ് കിട്ടാതെ പുറത്തിരിക്കുന്ന കുട്ടികൾ മലബാറിലാണ്. ഏറ്റവും കൂടുതൽ പ്രൈവറ്റ് രജിസ്ട്രേഷൻ ഉള്ളത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലാണ്. ഏറ്റവും കൂടുതൽ രണ്ടാമതുള്ള കണ്ണൂർ യൂണിവേഴ്സിറ്റിയിലാണ്. ഇവരുടെ യൂണിവേഴ്സിറ്റി ഉണ്ടാക്കി. കേരളത്തിൽ ആദ്യമായ ഒരു സർവകലാശാല ഇടതുപക്ഷം ഉണ്ടാക്കിയതാണ് രൂപീകരണത്തിന് ശേഷം. ഒന്നല്ല, രണ്ടാമത്തത് അവരുണ്ടാക്കിയതെന്നറിയോ? പ്രൈവറ്റ് യൂണിവേഴ്സിറ്റി ഉണ്ടാക്കി, ഓപ്പൺ യൂണിവേഴ്സിറ്റി. കൊണ്ടുപോയി വെച്ചത് കൊല്ലത്താണ്. ഏറ്റവും കൂടുതൽ അപ്ലിക്കേഷൻ ഉള്ളത് മലബാറിലാണ്. എന്നിട്ട് അവരെന്ത് ചെയ്തു? മലബാറിലെ കണ്ണൂരിലെയും കാലിക്കറ്റിലെയും യൂണിവേഴ്സിറ്റികളിൽ ഓപ്പൺ സർവകലാശാലയിലുള്ള കോഴ്സുകൾ നിങ്ങൾ ഇവിടെ നടത്താൻ പാടില്ല എന്ന് തിട്ടൂരമിറക്കി ഗവൺമെന്റ്. അതോടുകൂടി എന്താ സംഭവിച്ചത്? ഒരുപാട് വിദ്യാഭ്യാസം പഠിക്കേണ്ട സീറ്റ് കിട്ടാതെ പുറത്തിരുന്നിട്ട് ഗവൺമെന്റിന്റെ പിടിപ്പുകേട് മൂലം പഠിക്കാൻ കഴിയാതെ പുറത്തിരിക്കുന്ന വിദ്യാർത്ഥികൾ കൊല്ലത്തേക്ക് അപ്ലിക്കേഷൻ കൊടുക്കാൻ പോകണം, കൊല്ലത്തേക്ക് എക്സാമിന് അപ്ലൈ ചെയ്യാൻ വേണ്ടി പോകണം. അങ്ങനെ പോകാൻ കഴിയാത്തതിന്റെ പേരിൽ പഠനം നിർത്തിക്കൊണ്ട് മറ്റു സംസ്ഥാനങ്ങളിലേക്കോ പഠനം നിർത്തിയോ പോകുന്ന സാഹചര്യം ഉണ്ടായി. എന്ന് വെച്ചാൽ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ മലബാറിലെ കുട്ടിക്ക് പഠിക്കാൻ അവസരം ഉണ്ടായാൽ, ഒന്ന് മുന്നേറേണ്ട സാധ്യത ഉണ്ടായാൽ, ആ സാധ്യതയും തള്ളിക്കിടക്കുന്ന രൂപത്തിലേക്ക് എന്ത് മാനസികാവസ്ഥയാണ് ഇടതുപക്ഷത്തെയും CPM-നെയും മുന്നോട്ട് നയിക്കുന്നത് എന്നാണ് ഞങ്ങൾ മനസ്സിലാകാത്തത്. ഞങ്ങൾ പറയുന്നത് ഈ കാലഘട്ടങ്ങളൊക്കെ മുഖ്യമന്ത്രിമാർ മലബാറിൽ നിന്നുണ്ടായിട്ടുണ്ട്. അപ്പോൾ മലബാറിൽ ഒരു വിദ്യാഭ്യാസപരമായ ഒരു മുന്നേറ്റം ഉണ്ടാകരുത് എന്നതിന് ഞങ്ങൾ മനസ്സിലാക്കുന്ന ഒരു കാരണം, പരമ്പരാഗതമായി CPM ഉൾപ്പെടെ കൈകാര്യം ചെയ്യുന്ന ഒരു വോട്ട് ബാങ്ക് ഉണ്ട് ഈ മലബാറിൽ. ആ വോട്ട് ബാങ്ക് വിദ്യാഭ്യാസപരമായി എഡ്യൂക്കേഷൻ നേടി വരുമ്പോൾ അവർ ഈ പറയുന്ന ഈ ഇടതുപക്ഷത്തിന്റെ അടിമത്ത മനോഭാവത്തിനെതിരെ പ്രതികരിക്കുകയും സ്വന്തമായി അവരുടെ കാലിൽ നിൽക്കാൻ കഴിയുകയും ചെയ്യുന്ന ഒരു ജനവിഭാഗമായി മലബാറിൽ നിന്ന് മാറുമ്പോൾ ആ മലബാറിലെ ജനവിഭാഗം CPM-നെതിരെ തിരിയുന്നു എന്ന അവരുടെ രാഷ്ട്രീയമായ ഗൂഢാലോചനയാണോ മലബാറിനെ ഇങ്ങനെ കഴുത്തു ഞെരിക്കുന്നത് എന്ന് സ്വാഭാവികമായ ഒരു സംശയം ഞങ്ങൾ കേരളീയ സമൂഹത്തിന് മുമ്പിലേക്ക് വെക്കുകയാണ്. ശരി, എന്തായാലും മന്ത്രി എന്തുകൊണ്ടാണ് ഈ മലപ്പുറം വികാരം എന്ന് പറഞ്ഞതെന്ന് ഇനിയും വിശദീകരിക്കപ്പെട്ടില്ല. ഞാൻ മടങ്ങി ഒരു അതിഥികളിലേക്ക് വളരെ പെട്ടെന്ന് ചെറിയ ഇടവേള അതിഥികളിലേക്ക് തിരികെ. ശ്രീ KM ഷഫ്രീൻ, ഇവിടെ പരസ്പരം പഴിചാരുകയാണ് LDF-ഉം UDF-ഉം. കാരണം ഈ രണ്ടു കൂട്ടരും ഭരിച്ചിട്ടുണ്ട് കേരളം. ഈ +2 വിതരണത്തിൽ പരസ്പരം കുറ്റപ്പെടുത്താൻ പറ്റും, നിങ്ങൾക്ക് പരിഹരിച്ചുകൂടെ എന്ന് ചോദിക്കാൻ പറ്റും. പക്ഷേ ഈ മലബാർ ജില്ലകളുടെ വിഷയം വരുമ്പോൾ എന്തുകൊണ്ടാകും മന്ത്രി വളരെ പെട്ടെന്ന് അത് മലപ്പുറമാക്കി വ്യാഖ്യാനിക്കുന്നത്? മലപ്പുറം എന്ന് ഇൻവെർട്ടഡ് കോമയിൽ പറയുന്നത് എന്തുകൊണ്ടായിരിക്കും? ഇതിൽ എനിക്ക് പറയാനുള്ളത് കുറച്ചുകൂടി പോസിറ്റീവായൊരു സമീപനം ഇടതുപക്ഷ സർക്കാർ മലപ്പുറത്തെ അല്ലെങ്കിൽ മലബാറിലെ വിദ്യാർത്ഥികളോട് കാണിക്കണം എന്നുള്ളതാണ്. കാരണം ഏറ്റവും ഇപ്പോൾ നമുക്ക് +2 SLC റിസൾട്ട് വരുമ്പോൾ തന്നെ നമുക്കറിയാം ഏറ്റവും കൂടുതൽ വിജയശതമാനം ഉണ്ടാകുന്നത്, ഏറ്റവും കൂടുതൽ A+കൾ ഉണ്ടാകുന്നതൊക്കെയും ഇവിടെ നിന്നാണ്. വലിയ സ്വഭാവത്തിൽ കഴിവുള്ള കുട്ടികളോട് പഠിച്ചിറങ്ങുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള കുട്ടികളോട് ഒരു പോസിറ്റീവായ സമീപനം സ്വീകരിക്കാൻ സർക്കാർ ആദ്യം തയ്യാറാവുന്നുള്ള ഒന്നാമത്തെ ഒരു സംഗതി. ഇപ്പോൾ ഇതിൽ നമുക്കറിയാം കാലങ്ങളായി, ഇപ്പോൾ UDF ഭരിച്ചിരുന്നപ്പോഴും LDF ഭരിച്ചിരുന്നപ്പോഴൊക്കെയും വലിയ വിവേചന ഭീകരത ഇവർ അനുഭവിക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ഈ +2 സീറ്റിൻ്റെ കാര്യം മാത്രമല്ല, മലപ്പുറം ജില്ലയിൽ ഒരു ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജ് ഉണ്ടോ എന്ന് പരിശോധിച്ച് നോക്കിയാൽ നമുക്കറിയാം അങ്ങനെ ഒരു കോളേജില്ല.
മെഡിക്കൽ കോളേജുണ്ട് മലപ്പുറം ജില്ലയിൽ, മഞ്ചേരി മെഡിക്കൽ കോളേജ്. അതൊരു ജില്ലാ ആശുപത്രി ഒരു മെഡിക്കൽ കോളേജായിട്ട് അപ്ഗ്രേഡ് ചെയ്യണം. മലപ്പുറം ജില്ലയിലെത്തുമ്പോൾ അങ്ങനെയാണ് സംഭവിക്കുന്നത്. ഒരു ജില്ലാ ആശുപത്രിയെ മെഡിക്കൽ കോളേജായിട്ട് അപ്ഗ്രേഡ് ചെയ്യുന്നു. വേറൊരു സൗകര്യങ്ങളോടെ വർദ്ധിക്കുന്നില്ല, മറിച്ച് ഒരു ബോർഡ് മാത്രം മാറ്റുകയാണ്. ഒരു ബോർഡ് മാറ്റിയിട്ട് മെഡിക്കൽ കോളേജാക്കി മാറ്റുന്നു. ഈ ഒരു സമീപനം മാറി മാറി വരുന്ന സർക്കാരുകളൊക്കെയും പിന്നെ മലബാർ മേഖലയോട് അല്ലെങ്കിൽ മലപ്പുറം ജില്ലയോട് സവിശേഷമായി കാണിക്കുന്നുണ്ടെന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. ഇപ്പോൾ ഒരു എൻ്റെ വിവേചന ഭീകരതയുടെ ഒരു ഉദാഹരണം പറഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഈ വർഷം മലപ്പുറം വിദ്യാഭ്യാസ ഉപജില്ലയിൽ പരീക്ഷ എഴുതി 28,179 പേരാണ്. ഏറ്റവും കൂടുതൽ എഴുതി അവിടെയാണ്. ഏറ്റവും കുറവ് കുട്ടികൾ പരീക്ഷ എഴുതുന്ന കുട്ടനാടാണ്. അവിടെ വെറും 1843 പേരാണ്. അപ്പോൾ എടരിക്കോട് സ്കൂളിൽ മാത്രം 2085 പേര് എഴുതുന്നുണ്ട്. അപ്പോൾ എടരിക്കോട് സ്കൂളിൽ 2085 പേര് പരീക്ഷ എഴുതിയിട്ട് അവർക്ക് ആകെ കിട്ടുന്ന അവിടെ 4 ബാച്ചാണ്. ആ കുട്ടികൾക്ക് 2085 പേർക്ക് ആകെയുള്ളത് 200 സീറ്റാണ് ഈ പറയുന്ന എടരിക്കോട് സ്കൂളിൽ +2-നുള്ളത്. എന്നാൽ കുട്ടനാട് പിന്നെ 12ഓളം സ്കൂളുകളാണ് ഈ പറയുന്ന അവർക്കെല്ലാവർക്കും 12 സ്കൂളുകളിലായി 4-5 ബാച്ച് വെച്ചിട്ടാണ് കുട്ടനാട് കിട്ടുന്നത്. ഈ ഒരു വിവേചന ഭീകരത ഇവിടെ നിലനിൽക്കുന്നുണ്ട്. ഇപ്പോൾ തന്നെ നമുക്കറിയാൻ സാധിക്കും ഓപ്പൺ സ്കൂൾ, നേരത്തെ ഇവിടെ സൂചിപ്പിച്ചു വ്യത്യസ്ത മാർഗ്ഗങ്ങളുണ്ടെന്നൊക്കെ പറയുന്നത്. ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഓപ്പൺ സ്കൂളുകളുടെ കഴിഞ്ഞ 6 വർഷത്തെ കണക്കെടുത്ത് നമ്മൾ പരിശോധിക്കുമ്പോൾ നമുക്കറിയാൻ സാധിക്കും 3,96,000 കുട്ടികളാണ് 2018 മുതൽ 2022 വരെ ഓപ്പൺ സ്കൂളിൽ അഡ്മിഷൻ എടുത്തിട്ടുള്ളത്. അതിൽ 3 ലക്ഷം പേരും മലബാർ മേഖലയിൽ നിന്ന് പാലക്കാട് മുതൽ കാസർഗോഡ് വരെയുള്ള കുട്ടികളാണ്. അതിൽ 1,80,000 പേര് മലപ്പുറം ജില്ലയിൽ നിന്നാണ്. അപ്പോൾ ഇവിടെ അധിക ബാച്ചിൽ ജൂലൈയിൽ ക്ലാസ് തുടങ്ങുന്ന +2-ൽ അധിക ബാച്ചിൽ അനുവദിക്കുന്നത് നവംബറിലാണ്. ഈ കുട്ടികൾ ഓപ്പൺ സ്കൂളിൽ പോയി ചേരണം. കഴിഞ്ഞ വർഷം 38,000 പേര് ഓപ്പൺ സ്കൂളിൽ ചേർന്ന് 15,000 കുട്ടികളും ഈ മലപ്പുറം ജില്ലയിൽ നിന്നാണ് സവിശേഷമായിട്ട് ഇതുണ്ടാവുന്നത്. അപ്പോൾ ഒരു വിവേചന ഭീകരത നിലനിൽക്കുന്നുണ്ട് എന്നുള്ളത് സർക്കാരിൻ്റെ കണക്കുകൾ തന്നെ വ്യക്തമാണ്. അതിൻ്റെ സംവിധാനങ്ങളിൽ, അടിസ്ഥാന സൗകര്യങ്ങളിൽ, ബാച്ചുകളിൽ, സ്കൂളുകളിൽ, ഉന്നത വിദ്യാഭ്യാസ മേഖലയിലൊക്കെയും ഇതുണ്ട്. അപ്പോൾ ഈ പ്രശ്നത്തെ പരിഹരിക്കാൻ ശ്രമിക്കുമ്പോൾ നമുക്കറിയാം ഇതിലൊരു ഡീപ്പ് സ്റ്റേറ്റ് വർക്ക് ചെയ്യുന്നുണ്ട്. വളരെ കൃത്യമായ ഒരു റീജിയണൽ ഡിസ്ക്രിമിനേഷൻ നടക്കുന്നുണ്ട്. സാമൂഹ്യനീതിയെക്കുറിച്ച് സംസാരിക്കുന്ന സർക്കാരുകൾക്കൊന്നും മലബാറിലെ വിദ്യാർത്ഥികളുടെ സാമൂഹ്യനീതി ഒരു വിഷയമായി വരുന്നില്ല. അപ്പോൾ അവിടുത്തെ ആളുകളുടെ പ്രശ്നങ്ങളൊരു പ്രശ്നമായി വരുന്നില്ല. ഇതിൽ ആത്മാർത്ഥമായൊരു സമീപനം സർക്കാരിനില്ല. കാരണം ഇപ്പോൾ അദ്ദേഹം പറഞ്ഞു 20 കോടി രൂപയാണ് അധിക ബാച്ച് താൽക്കാലിക ബാച്ച് അനുവദിച്ചതിന് വരുന്നത്. ഇവിടെ സർക്കാർ വേറെ എന്തൊക്കെ ദൂരത്തോടെ നടക്കുന്നുണ്ട്, അതിനൊക്കെയും പൈസ സർക്കാരിൻ്റെ അകത്തുണ്ട്. ആവശ്യമായ സംവിധാനം എടുക്കാൻ സർക്കാരിന് കഴിയുന്നുണ്ട്. ഇവിടെ സാമ്പത്തിക പ്രതിസന്ധി എന്ന് പറയുന്നത് കണ്ണടച്ചിരുട്ടാക്കലാണ്. അതൊരു യഥാർത്ഥ കാരണമേ അല്ല എന്നുള്ളത് നമുക്കറിയാൻ സാധിക്കും. ഇതിൽ വളരെ ശാശ്വതമായ പരിഹാരം ഉണ്ടാക്കണമെങ്കിൽ കൃത്യമായ അധിക ബാച്ചുകൾ +1 അലോട്ട്മെൻറ്റ് ആരംഭിക്കുന്നതിന് മുന്നേ തന്നെ എന്ത് ചെയ്യണം, ഈ അധിക ബാച്ചുകൾ അനുവദിക്കാൻ സർക്കാർ തയ്യാറാണ്. ഇപ്പോൾ കാർത്തികേയൻ കമ്മീഷൻ തന്നെ പറഞ്ഞു 150 ബാച്ച് ഏറ്റവും മിനിമം അനുവദിക്കണമെന്ന് കഴിഞ്ഞ വർഷം സർക്കാരിന് റിപ്പോർട്ട് എടുത്ത് ആ റിപ്പോർട്ട് പൂഴ്ത്തിവെച്ചു. ആ റിപ്പോർട്ട് പുറത്തുവിടാൻ തയ്യാറായില്ല. അപ്പോൾ ഇങ്ങനെ യാഥാർത്ഥ്യങ്ങളിവിടെ നിലനിൽക്കുകയാണ്. അതിൽ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കാമെന്ന് അവിടുത്തെ തദ്ദേശ സ്ഥാപനങ്ങൾ, അവിടുത്തെ സംഘടനകൾ, NGO-കളൊക്കെയും സ്കൂളുകൾക്ക് അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കാമെന്ന് സർക്കാരിനോട് കൃത്യമായി പറഞ്ഞിട്ട് പോലും ഈ സർക്കാർ അതിൽ സമീപനം സ്വീകരിക്കുന്നുണ്ട്. അപ്പോൾ ഇത് വളരെ കൃത്യമായൊരു വിവേചന ഭീകരതയാണ്. ഈ ഭീകരതയെ മറിച്ചൊക്കെ നമുക്കറിയാം നമ്മുടെ രാജ്യത്ത് നിൽക്കുന്ന ഒരു ഇസ്ലാമോഫോബിയുടെ അന്തരീക്ഷമുണ്ട്. ഇപ്പോൾ നമ്മളിപ്പോൾ വടകര ഇലക്ഷനിലൊക്കെ അത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. CPM എങ്ങനെയാണ് ഇത് ഫാബ്രിക്കേറ്റ് ചെയ്തുകൊണ്ട് ഇത് ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത്തരത്തിൽ ഇവിടെ ന്യായമായ അവകാശങ്ങൾ ഉന്നയിക്കുമ്പോൾ അതിനെ വർഗീയവാദമായി, തീവ്രവാദമായി മുദ്ര കുത്തിക്കൊണ്ട്, അല്ലെങ്കിൽ അത്തരം ഇടപെടുന്ന സംഘടനകളെ വർഗീയ സംഘടനകളെ മുദ്ര കുത്തിക്കൊണ്ട് കേരളത്തിൻ്റെ പൊതുസമൂഹത്തിൽ ഇവർ ഒറ്റപ്പെടുത്താനും ഈ വിഷയത്തിന് കിട്ടുന്ന സ്വീകാര്യത മറച്ചു പിടിക്കാനും തങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കുന്ന വിവേചന ഭീകരതയെ മറച്ചു പിടിക്കാനുള്ള വളരെ ബോധപൂർവമായ ശ്രമത്തിൻ്റെ ഭാഗമാണ് ഈ വിവാദമുണ്ടാക്കുന്നത്. മലപ്പുറം വികാരം എന്നൊക്കെ പറയുന്ന വിവാദമുണ്ടാക്കുന്നത്. മുമ്പ് VS അച്യുതാനന്ദ പറഞ്ഞ പോലെ മലപ്പുറത്തെ കുട്ടികൾ കോപ്പിയടിച്ച് ആണ് പരീക്ഷ പാസ്സാവുന്നതെന്ന് പറഞ്ഞാൽ, മലപ്പുറത്ത് ഇലക്ഷൻ തോറ്റപ്പോൾ കടകംപള്ളി പറഞ്ഞ പോലെ മലപ്പുറത്തിൻ്റെ ഉള്ളടക്കം വർഗീയമാണ് എന്ന് പറയുന്ന സ്വഭാവത്തിൽ ഇങ്ങനെ തങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന വിവേചന ഭീകരത മറച്ചു പിടിക്കാൻ, അല്ലെങ്കിൽ ന്യായമായി ഉയർന്നു വരുന്ന ജനകീയ വിദ്യാഭ്യാസ അവകാശ സമരങ്ങളെ ഒരു ബ്രാൻഡ് ചെയ്തുകൊണ്ട് അതിനെ തീവ്രവാദ ചാപ്പയടിച്ച് ഒറ്റപ്പെടുത്താനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് വിദ്യാഭ്യാസ മന്ത്രിയുടെ ഈ ഒരു പ്രസ്താവന എന്ന് പറയുന്നത്. ഇതിനെ ഒരു നിലക്ക് മുഖവിലക്കെടുക്കാൻ ഇവിടുത്തെ വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങൾ തയ്യാറല്ല. കഴിഞ്ഞ തവണ ഉണ്ടായതിനേക്കാൾ രൂക്ഷമായ സമരങ്ങൾ, ഈ വിവേചന ഭീകരത അവസാനിപ്പിക്കുന്നതുവരെയുള്ള രൂക്ഷമായ സമരങ്ങൾക്ക് ഫ്രട്ടേണിറ്റി മൂവ്മെൻറ്റ് അടക്കമുള്ള വിദ്യാർത്ഥി സംഘടനകൾ നൽകും എന്ന് തന്നെയാണ് ആ വിഷയത്തിൽ. ശരി, ശ്രീ ബിനേഷ്, ഈ മലബാർ ഇഷ്യൂ എന്ന് പറയുന്നത് അത് മലബാറിൽ മൊത്തം ഉള്ള ഒരു പ്രശ്നം തന്നെയാണ്. മലബാറിൽ ഇപ്പോൾ ഈ വിദ്യാഭ്യാസത്തെ +2 സീറ്റുകളുടെ കാര്യത്തിൽ മാത്രമല്ല, പൊതുവെ മലബാർ മേഖലയിൽ, മലബാർ ജില്ലകളിൽ ഈ വിവേചനമുണ്ട്. അതിന് ചരിത്രപരമായ പല കാരണങ്ങളുണ്ട്. പക്ഷേ +2ൻ്റെ കാര്യത്തിൽ അത് പരിഹരിക്കപ്പെടാവുന്ന പ്രശ്നമായിരുന്നു. ആ +2 തുടങ്ങുമ്പോൾ തന്നെ പരിഹരിക്കാവുന്ന ഒരു കാര്യമാണ്. എന്നിരിക്കെ മലബാർ ജില്ലകളിൽ +2ന് സീറ്റില്ല എന്ന് പറയുമ്പോൾ അതൊരു മലപ്പുറം വികാരമാണ് എന്ന് ഈ വിദ്യാഭ്യാസ മന്ത്രി എന്തുദ്ദേശത്തിലാണ് ഈ പറയുന്നത്? നമ്മൾ ചാനൽ ചർച്ചയുടെ ഭാഗമായിട്ടാണെങ്കിലും അല്ലാതെയും തെറ്റായ കാര്യങ്ങൾ, അർദ്ധസത്യങ്ങൾ, അനാവശ്യമായിട്ടുള്ള വാദങ്ങൾ ഉന്നയിക്കരുത് എന്ന് വളരെ വിനയപൂർവ്വം അഭ്യർത്ഥിക്കുകയാണ്. കാരണം പ്രത്യേകിച്ച് പൊതുവിദ്യാഭ്യാസ രംഗവുമായി ബന്ധപ്പെട്ട ഒരു ചർച്ചയാണ്.
ഇവിടെ MSFൻ്റെ പ്രതിനിധിയോട് എനിക്ക് സഹതാപമുണ്ട്. കാരണം പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിൻ്റെ എല്ലാം ഈ കാലത്ത് ഒരു ബെഞ്ചോ ഡെസ്കോ എങ്കിലും നൽകിയോ എന്നുള്ള ചോദ്യമല്ല ഈ ചാനൽ ചർച്ച നിരീക്ഷിക്കുന്ന പ്രേക്ഷകർ വിലയിരുത്തട്ടെ. 5 കോടി 3 കോടി ഉൾപ്പെടെ കേരളത്തിലെ ഗവൺമെൻറ് അടിസ്ഥാന ഭൗതിക സൗകര്യങ്ങളുടെ കാര്യത്തിൽ ചരിത്രപരമായിട്ടുള്ള മുന്നേറ്റം നടത്തിയത് വിസ്മരിച്ചുകൊണ്ട് ചർച്ചയുടെ ഭാഗമാകരുത്. കഴിഞ്ഞ തവണ നിങ്ങൾ നൽകിയ ബാച്ചുകൾക്ക് എന്തെങ്കിലും അടിസ്ഥാന സൗകര്യം നിങ്ങൾ നൽകിയോ? ബിനേഷ് കണക്ക് പറയട്ടെ. എൻ്റെ ചോദ്യം വളരെ കൃത്യമാണ്. ഓക്കെ, ഇവിടെ കണക്ക് ഭൗതിക സൗകര്യത്തിന് ശേഷം ഇപ്പോൾ ഇവിടെ കണക്ക് നിങ്ങൾ നോക്കൂ. മലപ്പുറം ജില്ലയിലെ ബാച്ചുകളെടുത്ത് പരിശോധിച്ചാൽ UDFൻ്റെ കാലത്ത് മലപ്പുറം ജില്ലയിൽ മാത്രം കൊടുത്ത ഹയർ സെക്കൻഡറി ബാച്ചുകളുടെ എണ്ണം സ്റ്റാറ്റിസ്റ്റിക്സ് ആണ്, കൃത്യതയുള്ള സ്റ്റാറ്റിസ്റ്റിക്സ് 449 എണ്ണമാണ്. LDF സർക്കാരിൻ്റെ കാലത്ത് കൊടുത്തിട്ടുള്ളത് 671 എണ്ണമാണ്. ഇന്ന് മലപ്പുറത്തുള്ള അൺഎയ്ഡഡ് വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ എണ്ണത്തിൻ്റെ 85% UDFൻ്റെ കാലത്ത് കച്ചവടത്തിൻ്റെ ഭാഗമായി വന്നതാണ്. സഖാവ് MA ബേബി കേരളത്തിൻ്റെ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന കാലത്താണ് 178 ബാച്ചുകൾ മലപ്പുറത്ത് അനുവദിച്ചത്. അതിന് പുറമെയാണ് 1-2 പിണറായി വിജയൻ സർക്കാരിൻ്റെ കാലത്ത് 37 ബാച്ചുകൾ ഷിഫ്റ്റ് ചെയ്തും 178 ബാച്ചുകൾ താൽക്കാലികമായും നൽകി മലബാർ മേഖലയിലെ വിദ്യാഭ്യാസ പരിമിതി. അപ്പോൾ മലബാറിനോട് പ്രത്യേക കരുതൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിനുണ്ട്. ഏറ്റവും മിടുക്കരായ കുട്ടികൾ പഠിക്കുന്ന, പ്രത്യേകിച്ച് കേരളത്തിൻ്റെ പൊതുവിദ്യാഭ്യാസ രംഗത്ത് ശ്രദ്ധേയമായ നിരവധി സംഭാവനകൾ, ഇപ്പോൾ ഇവിടെ ജില്ലാ പഞ്ചായത്ത് ഉൾപ്പെടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെയെല്ലാം ഈ നിലപാടിൻ്റെ ഭാഗമായി നിർത്തി അവർക്ക് മതിയായ ഫണ്ട് കൊടുത്ത് പ്രവർത്തനം സംഘടിപ്പിക്കുന്നു പൊതുവിദ്യാഭ്യാസ രംഗത്ത് എന്നതാണ് ഇടതുപക്ഷത്തെ വേറിട്ട് നിർത്തുന്ന ഒരു പ്രധാനപ്പെട്ട ഘടകം. മാത്രമല്ല നമ്മളിവിടെ കണ്ടുപോകേണ്ട കാര്യം എന്താ, ഇത്തവണ ഇപ്പോൾ ഗവൺമെൻറ് ഉപരിപഠനത്തിന് യോഗ്യത നേടുന്ന കുട്ടികൾക്ക് സീറ്റ് കൊടുത്തതുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരം, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകൾ ഗവൺമെൻറ് വിദ്യാലയങ്ങളിൽ ആദ്യഘട്ടം തന്നെ 30% മാർജിനൽ ഇൻക്രീസിങ്ങിൻ്റെ സീറ്റ് വർധനവ് വരികയാണ്, അനുവദിച്ചിട്ടുണ്ട്. ബിനീഷ് ഇതിങ്ങനെ പറയല്ലേ, ഇത് താങ്കൾ പറഞ്ഞ പോലെ തെറ്റിദ്ധരിക്കപ്പെടുന്നതാണ്. തിരുവനന്തപുരത്ത് മാർജിനൽ ഇൻക്രീസ് നടത്തുന്ന പോലെയല്ല മലബാർ ജില്ലകളിൽ മാർജിനൽ ഇൻക്രീസ് നടത്തുക. അത് അമിതഭാരമാണ് ക്ലാസ്സുകളിൽ. നിൽക്കൂ, പറയട്ടെ, ഞാൻ പറയട്ടെ നമ്മൾ അത് ആവശ്യങ്ങളുമായി ബന്ധപ്പെട്ട കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട് ഒരു നിമിഷം ഫ്രണ്ട് ബിനീഷ് ഒന്ന് പൂർത്തിയാകട്ടെ. ബിനീഷ് തുടരൂ പ്ലീസ്. പ്രൊഫസർ വി കാർത്തികേയൻ നായർ കമ്മിറ്റിയെ ഉൾപ്പെടെ നിയമിച്ചുകൊണ്ട് ഈ ഹയർ സെക്കൻഡറി മേഖലയ്ക്കകത്തെ അതിസങ്കീർണമായ ചില സാഹചര്യങ്ങൾ വിശകലനം ചെയ്യാനും നിലവിലുള്ള പിന്നോക്കാവസ്ഥ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അത് പരിശോധിക്കാനും ഒരു ശ്രമം ഈ സർക്കാർ നടത്തിയല്ലോ. ഇപ്പോൾ ആലപ്പുഴ ജില്ല എടുക്കുക. ആലപ്പുഴ ജില്ലയ്ക്കകത്ത് ഉൾപ്പെടെ വിദ്യാഭ്യാസ രംഗത്ത് മതിയായ സീറ്റുകൾ ഇല്ലാത്തിടത്ത് ചേർത്തലയിലും അതുപോലെ തന്നെ അമ്പലപ്പുഴ താലൂക്കുകളിൽ ഉൾപ്പെടെ മാർജിനൽ ഇൻക്രീസിങ്ങിന് ആവശ്യമായിട്ടുള്ള തീരുമാനമെടുത്തുകൊണ്ട് അതിനാവശ്യമായ നിർദ്ദേശം കൊടുത്തിരിക്കുന്നു ഈ ഗവൺമെൻറ്. കേരളത്തിലെ 3 ജില്ലകൾ പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി ഒഴികെ മറ്റെല്ലാ ജില്ലകളിലും 10ൽ നിന്നും ഉപരിപഠനത്തിന് യോഗ്യത നേടുന്ന കുട്ടികൾക്ക് തുടർ പഠനത്തിനുള്ള അവസരം എന്തെല്ലാം പരിമിതികളുണ്ടെങ്കിലും അതിൽ നിന്നുകൊണ്ട് ചെയ്യാനുള്ള ആദ്യഘട്ട ശ്രമം നടത്തുന്നു കേരളത്തിലെ ഗവൺമെൻറ്. ബാക്കി നേരത്തെ ഇവിടെ പറഞ്ഞല്ലോ, ഇപ്പോൾ ദേശീയ വിദ്യാഭ്യാസ നയത്തിൻ്റെ എല്ലാം ചുവട് പിടിച്ച കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. നമ്മൾ കാണേണ്ടത് ഫിലാന്ത്രഫിക്കൽ ഓർഗനൈസേഷൻസ്, മതജീവകാരുണ്യ സംഘടനകൾ, NGOകൾ, അവരെ ഏൽപ്പിക്കാനാണ് ഇപ്പോൾ ഫ്രട്ടേണിറ്റിയുടെ സുഹൃത്ത് പറയുന്നത്. അപ്പോൾ വിദ്യാഭ്യാസ രംഗത്ത് വളരെ കൃത്യമായി സർക്കാരിൻ്റെ മുതൽ മുടക്കുണ്ടാവണം. GDPയുടെ 6% ഈ മേഖലയിൽ ചെലവഴിക്കണം. പാർശ്വവൽക്കരിക്കപ്പെട്ടവർ, പാവപ്പെട്ടവർ, അവർക്കെല്ലാം ഏറ്റവും അടുത്ത വിദ്യാലയത്തിൽ മതിയായ സൗകര്യങ്ങൾ ഒരുക്കണം. അവരെ പഠിപ്പിക്കുന്നതിനായി യോഗ്യതയുള്ള അധ്യാപകരുണ്ടാവണം. അധ്യാപകർക്ക് ഇപ്പോൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ എന്തെങ്കിലും അക്കാദമിക രംഗത്തെ മികവുകളുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കാനുണ്ടോ? ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷണൽ സ്കോളർഷിപ്പ് കേരളത്തിൽ ആരംഭിച്ചത് ഇടതുപക്ഷ ഗവൺമെൻറ്. 10 ദിവസത്തെ അധ്യാപക ശാക്തീകരണ പരിപാടി ആരംഭിച്ചത് ഇടതുപക്ഷ ഗവൺമെൻറ്. പാഠപുസ്തകങ്ങൾ വിദ്യാലയം തുറക്കുന്നതിന് മുമ്പ് എത്തിക്കുന്നത് ഇടതുപക്ഷ ഗവൺമെൻറ്. ഇപ്പം തന്നെ നിങ്ങൾ നോക്കൂ, കൃത്യം 10-16 ദിവസം മുമ്പേ കേരളത്തിലെ അധ്യാപകരുടെയും പൊതുവിദ്യാഭ്യാസ വകുപ്പിലെ ജീവനക്കാരുടെയും LDF സർക്കാർ വിദ്യാഭ്യാസ മേഖലയിൽ നടന്ന മാറ്റങ്ങളെ കുറിച്ചല്ല എൻ്റെ പ്രശ്നം. കേരളത്തിൽ മുഴുവൻ LDF സർക്കാർ മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്, അടിസ്ഥാന സൗകര്യം വർദ്ധിപ്പിച്ചിട്ടുണ്ട്, എല്ലാം ചെയ്തിട്ടുണ്ട്. ഓക്കെ, അതൊക്കെ ഞാൻ മുഖവിലക്കെടുക്കുന്നു, അത് തർക്കിക്കാനല്ല എൻ്റെ പ്രശ്നം. മലബാറിൽ എന്തുകൊണ്ടാണ് +2 പ്രവേശനത്തിൽ എല്ലാവർക്കും സീറ്റ് കൊടുത്തു, ഞങ്ങളെല്ലാം റെഡിയായി എന്ന് പറഞ്ഞതിന് ശേഷം നാഷണൽ ഓപ്പൺ സ്കൂളിങ്ങിലേക്ക് മലപ്പുറത്തു നിന്നും കണ്ണൂരിൽ നിന്നും പാലക്കാട്ട് നിന്നും കൂടുതൽ കുട്ടികൾ ചേരേണ്ടി വരുന്നത്, +2 ചേരേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ്? നമ്മളിതിനെ ഈ കണക്കിനെ കാണേണ്ടത്, ഇപ്പോൾ കേരളത്തിൽ സ്കോൾ കേരളയുടെ ഭാഗമായി പ്രൈവറ്റ് രജിസ്ട്രേഷൻ്റെ ഭാഗമായി
1,11,000 കുട്ടികൾ. ഈ കണക്കുകളൊക്കെ നമുക്ക് ഇനിയും ചർച്ചയ്ക്ക് വിധേയമാക്കാൻ തർക്കമൊന്നുമില്ല. അടിസ്ഥാനരഹിതമായ കണക്കുകളല്ല. സ്കൂൾ കേരളയുടെ ഭാഗമായി രജിസ്റ്റർ ചെയ്ത് പരീക്ഷ എഴുതിയ കുട്ടികളുടെ എണ്ണം എന്ന് പറയുന്നത് കേരളത്തിൽ 1,11,000 അതിനെ നോക്കൂ, 38,000 താഴെയാക്കി കൊണ്ടുവന്നത്, അതായത് മഹാഭൂരിപക്ഷം കുട്ടികളെയും റെഗുലർ സ്ട്രീമിലേക്ക് കൊണ്ടുവന്ന് അവരുടെ തുടർ പഠനം ഒരുക്കിയിട്ടുള്ളത് സ്കൂൾ ഓഫ് കേരളയിൽ 1,30,000 എങ്ങനെയാണെന്ന് അറിയാൻ മലപ്പുറം ജില്ലയിൽ സ്കൂൾ ഓഫ് കേരളയുടെ ക്യാമ്പസ് എവിടെ നോക്കിയാൽ മതി. ആ ക്യാമ്പസ് അവിടെ നിന്ന് എടുത്ത് തിരുവനന്തപുരത്തേക്ക് കൊണ്ടുപോകാൻ ആ കുട്ടികൾ ഇനി തിരുവനന്തപുരത്തേക്ക് വരണം അപേക്ഷിക്കാം. അല്ല, ഈ സ്കൂൾ കേരളയിൽ രജിസ്റ്റർ ചെയ്യുന്ന കുട്ടികൾ എവിടെ നിന്നാണ് ബിനേഷ്? ഞാൻ ചോദിക്കാം, ബിനേഷ്, ആ സ്കൂൾ കേരളയിൽ രജിസ്റ്റർ ചെയ്യുന്ന കുട്ടികളിൽ ഏറ്റവും കൂടുതൽ ഏത് ജില്ലകളിൽ നിന്നാണ്? പറഞ്ഞ ഈ 32,000 കുട്ടികളിൽ 16,000 കുട്ടികൾ മലപ്പുറം ജില്ലയിൽ നിന്നാണ്. 32,000 കുട്ടികളിൽ ആ അനുപാതം തന്നെ ഭയങ്കര പ്രശ്നമാണല്ലോ. ഏറ്റവും കൂടുതൽ ഏത് ജില്ലയിൽ നിന്നാണ് ഈ സ്കൂൾ കേരളയിൽ പോകേണ്ടി വരുന്നത്? ബിനേഷ്, ഒറ്റ കാര്യം, എന്തുകൊണ്ടാണ് മലബാർ ജില്ലകളിൽ നിന്ന് ഈ കൂടുതൽ കുട്ടികൾ സ്കൂൾ കേരളയിൽ രജിസ്റ്റർ ചെയ്യേണ്ടി വരുന്നത്? പൊതുവിദ്യാലയങ്ങൾ അടച്ചുപൂട്ടാൻ വേണ്ടി തീരുമാനിച്ച ഗവൺമെന്റാണ്. നമ്മൾ കാണണം, അശാസ്ത്രീയമായി പഠനം നടത്താതെ തോന്നിയതുപോലെ ബാച്ചുകൾ നൽകിയതിന്റെ ദുരന്തമാണ് ഇന്ന് കേരളത്തിന്റെ പൊതുവിദ്യാഭ്യാസ രംഗം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പരിഹരിക്കാൻ വേണ്ടി ഒരു കമ്മീഷൻ നിയോഗിച്ചു. ആ റിപ്പോർട്ട് എവിടെ ബിനേഷ്? ഗവൺമെന്റിന് കേരളത്തിലെ പൊതുസമൂഹം കൊടുത്ത മാൻഡേറ്റ് ആണ് എന്ന് പറയുന്നത്. സമസ്ത മേഖലയിലും കേരളത്തിലെ ഗവൺമെന്റ് നടപ്പാക്കിയിട്ടുള്ള ശരിയും ശാസ്ത്രീയവുമായിട്ടുള്ള നിരീക്ഷണങ്ങളും ഇടപെടലുകളും ഫലപ്രദമായിട്ടുള്ള മാർഗങ്ങളുമാണ് ഈ കേരളത്തെ ഇപ്പോൾ ഇടതുപക്ഷത്തിന്റെ ഒരു തുടർ ഭരണത്തിലേക്ക് എത്തിച്ചിട്ടുള്ളത്. നമ്മൾ മറന്നു പോകരുത്, അതിൽ വിദ്യാഭ്യാസ മേഖലയുടെ പങ്ക് നിസ്സാരമല്ല. ഇപ്പോൾ റിസൾട്ട് വരുന്ന സമയത്ത് 2-3 ദിവസം ഈ ചർച്ച, 2-3 ദിവസം കഴിഞ്ഞാൽ ഈ ചർച്ച അവസാനിക്കും. അപ്പോൾ വിദ്യാർത്ഥികളുടെ മനസ്സിൽ ഇടമില്ലാത്ത സംഘടനകൾ, സമൂഹത്തിൽ സജീവമല്ലാത്ത സംഘടനകൾ, അവർക്കെല്ലാം ചില കാര്യങ്ങൾ പറയാനുള്ള ഒരു അവസരമൊരുക്കൽ എന്നതിനപ്പുറത്തേക്ക് വളരെ കൃത്യമായി ജില്ല തിരിച്ചിട്ടുള്ള കണക്കുകളൊക്കെ ഇപ്പോൾ ലഭ്യമാണ്. ഇന്നിപ്പോൾ ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി ഇത് സംബന്ധിച്ച കണക്ക്, ഒരു കുട്ടിയുടെ പോലും തുടർ പഠനം അത് അസാധ്യമാക്കുന്ന ഒരു ഇടപെടലും സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടാവില്ല. അത് 100% ഉറപ്പുവരുത്തുമെന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിനെ പറയാൻ കഴിയൂ. കാരണം പൊതുവിദ്യാഭ്യാസ രംഗത്ത് ഭൗതിക സൗകര്യങ്ങൾ ഒരുക്കിക്കൊണ്ട് മതിയായ ക്രമീകരണങ്ങൾ എല്ലാം തുടർച്ച, പക്ഷേ ഇനിയും നമുക്കേറെ മുന്നേറേണ്ടതായിട്ടുണ്ട്. അതിനാവശ്യമായിട്ടുള്ള തുടർ പ്രവർത്തനങ്ങളുമായി കേരളത്തിലെ LDF സർക്കാർ മുന്നോട്ട് പോകും. ശ്രീ പി കെ നവാസ്, ഈ ചർച്ച, ഈ ബഹളമൊക്കെ ഈ +2 അഡ്മിഷൻ കഴിയുന്നവരേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ ഇതൊരു ചർച്ചയല്ല, പിന്നെ അടുത്ത വർഷമാവണം, ഈ സമയമാവണം ഈ ചർച്ച വരണമെങ്കിൽ. അതിനർത്ഥം സർക്കാർ ഏതൊക്കെയോ നിലകളിൽ ഈ വിദ്യാർത്ഥികളുടെ പ്രശ്നം പരിഹരിക്കുന്നുണ്ട്. കുട്ടികൾ എവിടെയെങ്കിലൊക്കെ എൻറോൾ ചെയ്യുന്നുണ്ട്, പഠിക്കുന്നുണ്ട്. ഇതൊരു പ്രശ്നമല്ല, ഇത് ഈ മാസത്തിലെ മാത്രം പ്രശ്നമാണെന്നാണ് ഒരു വാദം. മറ്റൊരു കാര്യം നവാസിനോട് എനിക്ക് ചോദിക്കാനുള്ളത്, അടുത്ത തവണ നിങ്ങൾ ഇനി അധികാരത്തിൽ വരുവാണെന്നിരിക്കട്ടെ, UDF പ്രകടന പത്രികയിൽ നിങ്ങൾക്ക് ധൈര്യമുണ്ടോ മലബാർ ജില്ലകളിൽ കൂടുതൽ സ്കൂളുകൾ, കൂടുതൽ സീറ്റുകൾ, കൂടുതൽ ബാച്ചുകൾ അനുവദിക്കുമെന്ന് എഴുതി ചേർക്കാനുള്ള ധൈര്യം UDFനുണ്ടാവും? ഞാൻ പറയാം. നിങ്ങളുടെ ചോദ്യത്തിലേക്ക് വരുന്നതിന് മുമ്പ് പ്രിയപ്പെട്ട ബിനീഷ് ഇവിടെ പറഞ്ഞു, 2ാം പിണറായി ഗവൺമെൻറ് ജനങ്ങൾ തന്ന മാൻഡേറ്റാണ്, അത് വിദ്യാഭ്യാസ മേഖലയിൽ ഇങ്ങനെയൊക്കെ ഞങ്ങൾ ചെയ്തിട്ടും ഞങ്ങൾക്ക് തന്ന മാൻഡേറ്റാണ്. അതൊന്നുമില്ല കാര്യമല്ല ബിനേഷ്. ഇവിടെ മോഡി ഗവൺമെൻറ് ജനങ്ങൾ മാൻഡേറ്റ് കൊടുത്തിട്ടുണ്ട് എന്ന് കരുതിയിട്ട് ആര് കാണിക്കുന്ന എല്ലാത്തിനും നിങ്ങൾ കൂട്ടി നിൽക്കുന്നുണ്ടോ? നിങ്ങൾ അവരോട് യോജിക്കുന്നുണ്ടോ? ആ ഗവൺമെൻറ്റിനെ ഒരുമിച്ച് ഫൈറ്റ് ചെയ്യുന്നവരല്ലേ നിങ്ങളും. അതുകൊണ്ട് അതൊന്നും ഇതിനൊരു ഉത്തരവല്ല. പക്ഷേ ബിനേഷിനെ പോലെ അധ്യാപകൻ ഇത്രയും ദുർബലമായ ഉത്തരങ്ങൾ ചാനൽ ചർച്ച വന്നിരുന്ന് പറയരുത്. നിങ്ങൾ പറഞ്ഞ രണ്ടാമത്തെ കാര്യം, ഞങ്ങൾ ജനങ്ങളുടെ മനസ്സിലില്ലാത്ത വിദ്യാർത്ഥി സംഘടനയ്ക്ക് അവസരം കിട്ടുന്നൊരു ഘട്ടമെന്ന് ഞങ്ങൾ നിങ്ങളോട് പറയുന്നു. നിങ്ങളുടെ സംഘടനാ നേതാവിനോട് പോയി ചോദിച്ചാൽ അറിയാം, കേരളത്തിലെ ക്യാമ്പസുകളിൽ SFI എന്ന വിദ്യാർത്ഥി സംഘടനയെ വിദ്യാർത്ഥികൾ എങ്ങനെ പരിഗണിക്കുന്നു എന്ന് നിങ്ങളുടെ വിദ്യാർത്ഥി സംഘടനാ നേതാക്കളോട് ചോദിച്ചാൽ അറിയാം. വിദ്യാർത്ഥികൾ മൂലക്കലിരുത്തിയ സംഘടനയാണ്. ഇതാ കണ്ണൂരിൽ സെനറ്റ് ഇലക്ഷൻ നടക്കാൻ വേണ്ടി പോകണല്ലോ, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഇലക്ഷൻ നടക്കാൻ വേണ്ടി പോവാണ്. നിങ്ങൾ പരിശോധിക്കുക നിങ്ങളുടെ സംഘടന എവിടെ നിൽക്കുന്നതെന്ന്. വിദ്യാർത്ഥി പക്ഷത്തിന് നിന്ന് അകന്നുപോയ ഇടതു വിദ്യാർത്ഥി സംഘടന കഴിഞ്ഞ 8 വർഷക്കാലത്തോളം ഒരു മുദ്രാവാക്യം വിളിക്കാൻ പോലും കഴിയാത്ത വിധം കേരളത്തിന്റെ തെരുവുകളിൽ ശോഷിച്ചു പോയിട്ടുണ്ട് എന്ന് നിങ്ങൾ പരിശോധിക്കുക. ഞാൻ പറയട്ടെ, ഇപ്പോൾ നിങ്ങൾ പറഞ്ഞു മലബാറിലെ ഈ പ്രശ്നങ്ങൾക്കൊക്കെ കാരണം കാർത്തികേയൻ കമ്മീഷൻ റിപ്പോർട്ട് ഞങ്ങൾ വച്ചല്ലോ, അത് ഞങ്ങളുടെ വലിയ ക്രെഡിറ്റ് ആണല്ലോ എന്ന്. ഇനി ഞാൻ ചോദിക്കട്ടെ, ആ കമ്മീഷൻ റിപ്പോർട്ട് നിങ്ങൾ കണ്ടുക്കോ? ഇതെവിടെ ഇരിക്കുന്ന അജിംസ് കണ്ടുക്കോ? കേരളത്തിൽ ഏതെങ്കിലും ഒരു മനുഷ്യൻ ആ റിപ്പോർട്ട് കണ്ടുക്കോ? നിങ്ങൾ പറഞ്ഞ ഇല്ലാത്ത ഖജനാവിലെ പണം എടുത്തുകൊണ്ട് നിങ്ങൾ ഉണ്ടാക്കിയ റിപ്പോർട്ടാണല്ലോ. ആ റിപ്പോർട്ട് മലയാളി കാണണ്ടേ? നിയമസഭയിൽ വെക്കണ്ടേ? മാധ്യമപ്രവർത്തകർ ചർച്ച ചെയ്യണ്ടേ? ഞാനും നിങ്ങളും വായിക്കണ്ടേ? അതേ പ്രശ്നങ്ങൾ അറിയണ്ടേ? ആ റിപ്പോർട്ട് പോലും പുറത്തുവിടാനുള്ള ധൈര്യമില്ലാത്ത ഭീരുവായിട്ടുള്ള ഗവൺമെന്റ് വക്താക്കൾ ഇവിടെ വന്നിട്ട് പറയാണ് ഞങ്ങൾ ഇത് ചെയ്യാമെന്ന്. മറ്റൊരു കാര്യം കൂടി ഇവിടെ പ്രിയപ്പെട്ട അജിംസി ചോദിച്ചൊരു ചോദ്യം ഞാൻ പറയട്ടെ, നിങ്ങളുടെ സമയമല്ലോ എന്റെ സമയമാണ്, ഞാൻ പറയാം. ശ്രീ അജിംസി ചോദിച്ച 2 ചോദ്യമുണ്ട്. ഒന്ന്, ഇതെങ്ങനെയാണ് ഒരു മാന്ത്രിക വിദ്യ പോലെ ഒരു മാസം കൊണ്ട് ഇല്ലാതായി പോകുന്നത്? ഇല്ലാതായി പോകുന്ന അല്ല ജിംസ്. നിരാശയിലാണ്ട് വിദ്യാർത്ഥികൾ പഠിക്കാതിരിക്കുകയോ
അവർ മറ്റു മേഖലയ്ക്ക് തിരിഞ്ഞു പോവുകയോ കേരളം വിട്ട് പുറത്തു പോവുകയോ ചെയ്യാനോ? നിങ്ങൾ പരിശോധിക്കുക. ഞാൻ കൃത്യമായ കണക്ക് നിങ്ങൾ പറയാം. മലപ്പുറം ജില്ലയിലെ ഈ വർഷത്തെ കണക്ക് നിങ്ങൾ പരിശോധിക്കുക. 79,730 പേർ ജയിച്ചു. അതിൽ 85 സർക്കാർ ബാച്ചുകളും 88 എയ്ഡഡ് ബാച്ചുകൾ ഉൾപ്പെടെ 839 ബാച്ചുകളിലായി 50 പേർ വീതം പഠിച്ചാൽ 41,950 പേർ. ബാക്കി വരുന്ന 37,780 പേർ അവർക്ക് പഠിക്കാൻ സൗകര്യമില്ല. അപ്പോഴാണ് 65 മാന്ത്രിക വിദ്യ ഇവർ കൊണ്ടുവരുന്നത്. അങ്ങനെ കൊണ്ടുവന്നാൽ ബാക്കി കുറവുള്ളത് 37,750. ബാക്കി കുറവ്. ആ കുറവിൽ നിന്ന് ഇവർ VHSCയും ITIയും പോളിയിലേക്കൊക്കെ നിങ്ങളടുത്ത് കണക്കുണ്ടോ? +2 കഴിഞ്ഞ് പോകുന്ന കുട്ടികൾ അല്ലെങ്കിൽ 10ാം ക്ലാസ് കഴിഞ്ഞ് പോകുന്ന എത്ര പേർ പോളിയിലേക്ക് പോകുന്നു? എത്ര പേർക്ക് താല്പര്യമുണ്ട്? നിങ്ങളെ ശതമാനം ഒന്ന് പരിശോധിക്കുക. ITIയിലേക്ക് പോകുന്ന കുട്ടികളുടെ ശതമാനം ഒന്ന് പരിശോധിക്കുക. ITIകൾ പോലും അടച്ചുപൂട്ടി പോവാണ് കേരളത്തിൽ. വിദ്യാർത്ഥികൾക്ക് താല്പര്യമില്ലാത്ത സബ്ജക്റ്റാണ്. നിർബന്ധിതമായി ITIയിലേക്ക് പോകേണ്ടി വരികയാണ്. ഞാൻ പറയട്ടെ, അവിടെ അതും കുറച്ചാൽ 32,506 ഇവർ കുറയാണ് പിന്നീട് കണക്ക്. എന്നിട്ട് രണ്ടാമത് ഇവർ ഉണ്ടാക്കുന്ന ഒരു കണക്കുണ്ട്. ഞാൻ പറയട്ടെ ശ്രീ ബിനേഷ്, നിങ്ങൾ പറയുമ്പോൾ ഞാൻ ഇടപെട്ടില്ലല്ലോ. അൺഎയ്ഡഡിൽ പഠിക്കുന്ന മലപ്പുറത്തെ സൗകര്യം, ഈ അൺഎയ്ഡിൽ 11,275 കുട്ടികൾക്ക് അൺഎയ്ഡഡ് സൗകര്യമുണ്ട്. അതിൽ കൂടി പഠിക്കുന്ന കുട്ടികളുടെ എണ്ണം കുറച്ചിട്ടും നിങ്ങൾക്ക് ബാക്കി കിടക്കുന്നത് 10,501 ഒന്ന് പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക്, ഫുൾ A+ കിട്ടിയ വിദ്യാർത്ഥികൾക്ക് ഇഷ്ടപ്പെട്ട സബ്ജക്റ്റോ ഇഷ്ടപ്പെട്ട സ്കൂളുകളോ തിരഞ്ഞെടുക്കാൻ കഴിയാതെ അവരുടെ ഇഷ്ടങ്ങൾ മാറ്റിവെച്ച് ഗവൺമെന്റ് പിടിപ്പേട് കൊണ്ട് ഒഴിവുള്ളത് എടുക്കാൻ വേണ്ടി അവർ തീരുമാനിക്കാൻ. അപ്പോൾ അതിൽ കുറവ് മാർക്കുള്ളവർ അവർ ഏതെങ്കിലും കിട്ടിയാൽ മതി എന്ന രീതിയിൽ നിൽക്കാൻ. അതിലും കുറവുള്ളവർ താല്പര്യമില്ലാത്ത ITയിലേക്ക് പോവാൻ, താല്പര്യമില്ലാത്ത പോളിയിലേക്ക് പോവാൻ, ഒരു താല്പര്യമില്ലാത്ത VHSCയിലേക്ക് പോവാൻ. എന്നിട്ടുമില്ലാത്തവർ ഇല്ലാത്ത പണം ഉണ്ടാക്കി അൺഎയ്ഡിൽ പോയി പഠിക്കാൻ. എന്നിട്ടും 10-12,000 പേര് ബാക്കിയാണ്. ഒന്നെങ്കിൽ അവർ പഠനം നിർത്തുന്നു, അതല്ലെങ്കിൽ കേരളം വിട്ട് അവർ മറ്റ് ജോലിക്ക് പോകുന്നു. എന്ന് പറഞ്ഞാൽ മലപ്പുറത്തെയും മലബാറിലെയും ചെറുപ്പക്കാരെ പഠിക്കാൻ അനുവദിക്കാത്ത ഒരു തരം സങ്കുചിത മനോഭാവത്തിലേക്ക് ഈ ഗവൺമെന്റ് മാറുന്നു. ഞാനൊരു കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. അജിം ചോദ്യത്തിന് കൂടി മറുപടിയാണ്. UDF വന്നാൽ എന്തു ചെയ്യുമെന്നാണ് ഞങ്ങൾ കൃത്യമായി പറയുന്നു. ഞങ്ങൾക്കൊരു കാഴ്ചപ്പാടുണ്ട്. UDF വിദ്യാഭ്യാസ വകുപ്പ് നാളെ വരെ കൈകാര്യം ചെയ്തിട്ടുള്ള ഒരു പ്രസ്ഥാനത്തിന്റെ വിദ്യാർത്ഥി സംഘടനയുടെ പ്രസിഡന്റ് എന്നത് ഞങ്ങൾ പറയുന്നു. കേരളത്തിലെ മുഴുവൻ വിദ്യാർത്ഥികൾക്കും ഏതെങ്കിലും തരത്തിലുള്ള ജില്ലകളുടെ അതിർവരമ്പുകൾ വെക്കാതെ എല്ലാ വിദ്യാർത്ഥികൾക്കും 100% പഠിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം ഒരുക്കണം. ഞങ്ങളുടെ നിലപാടാണ്. അത് മലപ്പുറത്തോ കോഴിക്കോട്ടോ കണ്ണൂരിലോ എന്നല്ല. മലപ്പുറത്ത് കുറവുണ്ടെങ്കിൽ കഴിഞ്ഞ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് പോലെ മലപ്പുറത്ത് കുറവുണ്ടെങ്കിൽ അത് പരിഹരിക്കാൻ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് വിദ്യാഭ്യാസ വകുപ്പ് കൈകാര്യം ചെയ്താൽ ഞങ്ങൾ ഇടപെടും. ഇനി ശ്രീ ബിനീഷ് പറയുന്ന ഒരു കാര്യമുണ്ട്. ഇത് അശാസ്ത്രീയമായ ഒരു സംവിധാനം UDF ചെയ്തതുകൊണ്ടാണ്. നിങ്ങൾ തന്നെ പറയാണ് ഞങ്ങളൊന്നും കൊടുത്തിട്ടില്ല. ഇത് രണ്ടും ഒരുമിച്ച് പോലുള്ള ശ്രീ ജിനേഷ്, എങ്ങനെ രണ്ടും ഒരുമിച്ച് പോവുക? കൊടുത്ത മുഴുവൻ നിങ്ങളാണ്, നിങ്ങൾ പറയാണ്. എന്നിട്ട് പറയാം ഇതിന്റെ പ്രശ്നം എന്താണ്? അത് UDF കൊടുത്തതിന് അശാസ്ത്രീയതയാണ്. ഇനി നിങ്ങളുടെ വാദത്തിന് വേണ്ടി ഞങ്ങൾ സമ്മതിച്ചെന്നാൽ ഞങ്ങൾ കൊടുത്ത അശാസ്ത്രീയതയാണോ? 8 വർഷം പോരെ നിങ്ങൾക്കത് പരിഹരിക്കാൻ? ഒരു പുതിയ ബാച്ച് 8 വർഷത്തേക്ക് കൊടുത്തോ? പുതിയ സ്കൂൾ അനുവദിച്ചോ? പരസ്പരമുള്ള പഴിചാരലിനപ്പുറം പരിഹരിക്കേണ്ട നീറുന്ന ഒരു പ്രശ്നമായി കൊല്ലവും ഈ പ്രശ്നം തുടരുകയാണ്. പക്ഷേ ഇക്കുറി പുതുതായി ഒന്നും ചെയ്ത് താൽക്കാലിക പരിഹാരമല്ലാതെ സ്ഥിരമായി ഒന്നും ചെയ്യുന്നില്ല എന്ന് സർക്കാർ പ്രഖ്യാപിച്ചു എന്നുള്ളത് മാത്രമാണ് ഈ ഘട്ടത്തിൽ മുന്നോട്ട് വയ്ക്കാനുള്ള ഒരു കാര്യം. വളരെ നന്ദി ശ്രീ നവാസ്, ശ്രീ ബിനേഷ്, ശ്രീ KM ജഫ്രീൻ ഇത്രയും സംസാരിച്ചു.